بسم الله الرحمن الرحيم. رسول حبيب ربيع منير ربيع لدستولي مستولي ستا ربيع لدستولي مستولي ستا رحمت بركت تنسهرتا يا نبيي يا نبيي يا شفيع الله يا نبيي يا نبيي يا شفيع الله رسول حبيب. السلام عليكم ورحمة الله وبركاته. بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على حبيبك ورسولك سيدنا محمد وعلى آل سيدنا مولانا شفيعنا محمد صلاة وسلاما عليك يا سيدنا يا رسول الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم تر كيف ضرب الله مثلا كلمة طيبة كشجرة طيبة أصلها ثابت وفرعها في السماء تؤتي أكلها كل حين بإذن ربها ويضرب الله الأمثال للناس لعلهم يتذكرون. صدق الله مولانا العظيم وصدق بلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاكرين الشاكرين والحمد لله رب العالمين. إذا مرضتم برياض الجنة فارتعوا قالوا وما رياض الجنة قال حلق الذكر. صدق رسوله الكريم الأمين. يا سيدي سندي غوثي ويا مددي كل ظهيرا على الأعداء بالمدد مجير عرضي وخذ بيدي مدى مددي خليفة الله فينا محيي الدين يا محيي الدين يا محيي الدين يا محيي الدين عبد القادر جيلاني. ആദരണീയരായ സയ്യിദ് അവർകൾ, ബഹുമാന്യരായ ദണ്ഡത്താണി അഹ്സനി, മറ്റു പണ്ഡിതർ, പണ്ഡിത വിദ്യാർത്ഥികൾ, ജാമിയ നുസ്രത്തിൻ്റെയും അതുപോലെ മർക്കസ് ഖാബിൽ സുന്നിയയുടെയും സമ്മേളനങ്ങൾ വരാനിരിക്കുന്നു. അതോടൊപ്പം സാഹചര്യം അനിവാര്യമാക്കിയ ഒരു പ്രമേയം അടിസ്ഥാനപ്പെടുത്തി കാമ്പയിനും നടന്നു വരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. കഴിഞ്ഞ കാലയളവിൽ അജയ്യമായ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ അചഞ്ചലമായ തൗഹീദും മറ്റ് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ സധൈര്യം നമ്മിലേക്ക് ഏൽപ്പിച്ചു തന്ന് മൺമറഞ്ഞ മുൻകാല പണ്ഡിതർ, പ്രഭാഷകർ, പ്രവർത്തകർ, നേതാക്കൾ, സഹകാരികൾ മുഴുവൻ ആളുകളുടെയും ബർസഖി ജീവിതം അല്ലാഹു സന്തോഷത്തിലാക്കുമാറാവട്ടെ. നമുക്കിന്ന് അജയ്യമായി നേതൃത്വം നൽകുന്ന
ഖമറുൽ ഉലമ, താജുൽ ഉലമ, കൻസുൽ ഉലമ, നൂറുൽ ഉലമ അടക്കമുള്ള നമ്മുടെ പണ്ഡിത സാദാത്തുക്കൾക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ എന്ന് ആമുഖമായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അല്ലാഹുവിന്റെ സൃഷ്ടികളാണ് പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും. മനുഷ്യരും ഇതര ജീവജാലങ്ങളും മുഴുവനും അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്. അല്ലാഹുവിന്റെ നിയമങ്ങൾ അംഗീകരിച്ച് വഴിപ്പെട്ട് അല്ലാഹുവിന്റെ നിയമങ്ങൾ അനുസരിച്ച് മാത്രം നടക്കുന്നവരാണ്, ചലിക്കുന്നവരാണ് എല്ലാ വസ്തുക്കളും, എല്ലാ ജീവികളും. ആ കൂട്ടത്തിൽ ജീവനുള്ളത് എന്നോ ജീവനില്ലാത്തത് എന്നോ വ്യത്യാസം ഇല്ല. വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ, സൂര്യൻ അല്ലാഹു നിശ്ചയിച്ചു കൊടുത്ത അതിന്റെ ഭ്രമണപഥത്തിലൂടെ അത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ തീരുമാനത്തിൽ നിന്നൊട്ടും ലംഘിക്കാതെ സമയം പാലിച്ചുകൊണ്ട് അകലം സൂക്ഷിച്ചുകൊണ്ട് നിശ്ചയിച്ച അതേ ത്വരീഖിലൂടെ അതേ റൂട്ടിലൂടെ വർഷങ്ങളായി അല്ലാഹുവിന്റെ നിയമം അംഗീകരിച്ച് സൂര്യൻ കറങ്ങും. വൽ ഖമറ ഖദ്ദർനാഹു മനാസില, ചന്ദ്രൻ അല്ലാഹുവിന്റെ മറ്റു സൃഷ്ടിയാണ്. അല്ലാഹു തീരുമാനിച്ച തീരുമാനമനുസരിച്ച് മാസത്തിൽ ഇന്ന ദിവസം ഉദിക്കണം എന്ന കൽപ്പന അംഗീകരിച്ച് അത് മുടക്കമില്ലാതെ അതിന്റെ ഡ്യൂട്ടി നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, ആകാശഭൂമികളുടെ മൊത്തം സൃഷ്ടിപ്പ്, രാപ്പകലുകളുടെ മറിയലുകൾ, അതിന്റെ നിരന്തരമുള്ള മാറ്റങ്ങൾ എല്ലാം അല്ലാഹുവിന്റെ കൺട്രോളിംഗിലാണ്. ആഴത്തിലിറങ്ങി ചിന്തിക്കുമ്പോൾ അല്ലാഹുവിന്റെ ആധിക്യത്തെ കുറിച്ച് വ്യക്തമായി അവന് കാര്യങ്ങൾ ബോധ്യപ്പെടുകയാണ്. വന്നജ്മു വശജറു യസ്ജുദാൻ, പ്രപഞ്ചത്തിലെ ഭൂമിയിൽ തലപൊക്കി നിൽക്കുന്ന ചെടികളും വള്ളികളും വൻമരങ്ങളും കൊച്ചു ചെടികളും അടക്കം അല്ലാഹുവിന്റെ തീരുമാനം എന്താണോ അത് അംഗീകരിച്ച് പരിപൂർണമായി അല്ലാഹുവിന്റെ തീരുമാനത്തിന് വഴിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വശംസു വൽ ഖമറു ബിഹുസ്ബാൻ, അല്ലാഹുവിന്റെ തീരുമാനം ലംഘിക്കാതെ അല്ലാഹു സൃഷ്ടാവാണ്, മറ്റതെല്ലാം സൃഷ്ടികളാണെന്ന നിലയിൽ തന്നെ അല്ലാഹുവിന്റെ നിയമം പരിപൂർണമായും അംഗീകരിച്ചവരാണ്. പ്രപഞ്ചത്തിലെ ഏകകോശ ജീവിയായ അമീബ മുതൽ നീലത്തിമിംഗലം വരെയുള്ള ജീവജാലങ്ങളും ചെറു ചെടികൾ മുതൽ വൻ മരങ്ങൾ വരെയുള്ള പ്രപഞ്ചത്തിലെ സകലമാന വസ്തുക്കളും ഗാലക്സികളിൽ അതുപോലെ തന്നെ മറ്റു കറങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഗോളങ്ങളും മുഴുവനും അല്ലാഹുവിന്റെ വഴിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അഥവാ അല്ലാഹുവിന്റെ ആധിക്യത്തെയും ആ അല്ലാഹുവിന്റെ ആധിപത്യത്തെയും പരിപൂർണമായും അംഗീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ അല്ലാഹു വിശേഷ ബുദ്ധി തന്ന മനുഷ്യരായ നമ്മളും അല്ലാഹുവിന്റെ നിയമങ്ങളും അല്ലാഹുവിന്റെ തത്വങ്ങളും അംഗീകരിക്കാൻ പരിപൂർണമായും ബാധ്യസ്ഥരാണ്. യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കും, യാ അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ്. അല്ലാഹു ഔദ്യോഗികമായി തന്നെ അവൻ ആരാധിക്കാൻ ആവശ്യപ്പെടുന്നു, അവന് വഴിപ്പെടാൻ ആവശ്യപ്പെടുന്നു, അവന്റെ വിധിവിലക്കുകൾ സൂക്ഷിക്കണമെന്ന് നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ആവശ്യം ആളുകളെ പഠിപ്പിക്കാൻ ഏത് രീതിയിലാണ് അവന് വഴിപ്പെടേണ്ടത് എന്നും ഏതൊക്കെയാണ് നന്മകൾ എന്നും ഏതെല്ലാമാണ് തിന്മകൾ എന്നും മനുഷ്യവർഗത്തെയും ഒന്നുകൂടെ പറഞ്ഞാൽ ജിന്നുവർഗത്തെയും പഠിപ്പിക്കാൻ അല്ലാഹു ജല്ല ജലാൽ നിയോഗിച്ചവരാണ് 1.25 ലക്ഷം വരുന്ന പ്രവാചകന്മാർ.
അല്ലെങ്കിൽ ഒരഭിപ്രായ പ്രകാരം ജിന്നുകളിൽ നിന്നും പ്രബോധകർ ഉണ്ട് എന്ന അഭിപ്രായ പ്രകാരം 2.25 ലക്ഷം വരുന്ന പ്രവാചകന്മാർ. ഏതായിരുന്നാലും ഇപ്പൊ ജിന്ന് ചർച്ചകൾ ഇങ്ങനെ പൊടി പൊടിച്ചുകൊണ്ടിരിക്കുക, അതുകൊണ്ടാണ് ആ നിമിഷം കൂടെ അങ്ങനെ തന്നെ രീതി സംസാരിക്കുന്നത്. ഏതായിരുന്നാലും ഈ 1.25 ലക്ഷം വരുന്ന അല്ലെങ്കിൽ 2.25 ലക്ഷം വരുന്ന പ്രവാചകന്മാർ അള്ളാഹു അവരെ നിയോഗിച്ചത് ഈ ബുദ്ധിജീവികളാകുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ നിയമങ്ങളും തത്വങ്ങളും പഠിപ്പിച്ചു കൊടുത്ത് ഇന്ന റൂട്ടിലൂടെ സഞ്ചരിച്ച് ഇന്ന കാര്യങ്ങൾ വിശ്വസിച്ച് ഇന്ന ആചാരങ്ങൾ അനുഷ്ഠിച്ചാൽ നിങ്ങൾക്ക് സുഖലോലുപതയിൽ ജീവിക്കുന്ന സ്വർഗത്തിൽ കടക്കാം. മറിച്ചാ നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ തിക്താനുഭവങ്ങൾ അനുഭവിക്കുന്ന നരകത്തിൽ കടക്കേണ്ടതായി വരും. ഈ ഒരു തത്വം ആളുകളെ വ്യക്തമായി വിശദീകരിച്ചു കൊടുത്ത് പഠിപ്പിക്കാൻ അല്ലാഹു തആല സെലക്ട് ചെയ്ത തെരഞ്ഞെടുത്ത പ്രവാചകന്മാരെ മധ്യവർത്തികളായി നമ്മിലേക്ക് നിയോഗിക്കുകയാണ്. ഡയറക്റ്റായി നേരിട്ട് അള്ളാഹുവിന്റെ സാധാരണക്കാരായ സൃഷ്ടികൾക്ക് അവന്റെ തത്വങ്ങൾ കൈമാറുന്നതിന് പകരം ഇൻഡയറക്റ്റായി ഇടയിൽ ആളുകളെ നിർത്തി മാധ്യമം മുഖേന തവസ്സുലിലൂടെ അള്ളാഹു ഈ തത്വം ലോകത്ത് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മെ വിളിച്ചുകൊണ്ട് അസന്ദിഗ്ധമായി അള്ളാഹുവിന്റെ ഖുർആൻ തന്നെ പഠിപ്പിച്ചു, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹൂഹു. നിങ്ങളുടെ പ്രവാചകർ നിങ്ങൾക്ക് കൊണ്ടുവന്നത് എന്താണോ നിങ്ങൾ അത് അംഗീകരിക്കണം. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു, നിങ്ങളിലേക്ക് കൊണ്ടുവന്നത് റസൂലാണ്. പക്ഷേ ആ കൊണ്ടുവന്ന തത്വത്തിന്റെ അധിപൻ അല്ലാഹു ജല്ല ജലാലാണ്. അള്ളാഹുവാണ് യഥാർത്ഥത്തിൽ അതിന്റെ ഓതം. പക്ഷേ നമുക്ക് തന്നത് അള്ളാഹുവിന്റെ ഹബീബാണ്. നോക്ക് നിങ്ങൾ, എന്തിനേറെ വിശുദ്ധമായ തൗഹീദിന്റെ തത്വം ഔദ്യോഗികമായി പഠിപ്പിക്കുന്ന പരിശുദ്ധ ഖുർആനിലെ സൂറത്താണ് സൂറത്ത് തൗഹീദ്, അല്ലെങ്കിൽ സൂറത്തുൽ ഇഖ്ലാസ്. ഈ ഇഖ്ലാസ് സൂറത്തിൽ പോലും അള്ളാഹു പ്രയോഗിച്ച ശൈലി കണ്ടോ നിങ്ങൾ? ഖുൽ, അല്ലയോ പ്രവാചകരെ, അവിടെ നിന്ന് പറഞ്ഞേക്കണം, നിങ്ങൾ പറഞ്ഞു കൊടുക്കണം ആളുകളോട്, ഹുവല്ലാഹു അഹദ്, അള്ളാഹു ഏകനാണ് എന്ന് നബിയെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണോ. അതേ സമയത്ത് അല്ലാഹു തആല യാ അയ്യുഹന്നാസ് ഉലമു അനല്ലാഹു അഹദ്, അങ്ങനെയല്ല അള്ളാഹുവിന്റെ ശൈലി. അള്ളാഹുവിന്റെ ഏകത്വത്തെ പഠിപ്പിക്കുന്ന, തൗഹീദ് പഠിപ്പിക്കുന്ന, വിശ്വാസം പഠിപ്പിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ സുലുസ് 1/3 എന്ന സ്ഥാനത്തിരിക്കുന്ന സൂറ. ആ സൂറത്തിലെ ഇമ്പോർട്ടന്റ് എന്നല്ല, വെരി വെരി ഇമ്പോർട്ടന്റ് ആയ ഈ ആശയം അള്ളാഹു പഠിപ്പിക്കുന്ന ശൈലി, ഖുൽ, നബിയെ അങ്ങ് പറയണം, ഹുവല്ലാഹു അഹദ്, അവൻ ഏകനാണ് എന്ന് നബി തങ്ങൾ പറയണമെന്നാണ്. തത്വം അടിസ്ഥാനപരമായി അള്ളാഹുവിൻ്റെതാണ്. പ്രഖ്യാപിക്കുന്നത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഇത് ഇസ്ലാമിന്റെ കാര്യങ്ങളിൽ ഏതെടുത്തു നോക്കിയാലും ഈ ശൈലി നമുക്ക് കാണാൻ കഴിയും. വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമാ. ഞാൻ തുടക്കത്തിൽ തന്നെ ആമുഖം ചുരുക്കി വിഷയത്തിലേക്ക് കടക്കുന്നത് ഇപ്പോൾ ആളുകൾക്കൊക്കെ വിഷയങ്ങൾ ഏകദേശം ഒക്കെ അറിഞ്ഞ സമയമാണ്. കേൾക്കാനുള്ള താല്പര്യത്തോടുകൂടെ പൊരുളും കെട്ട് കിട്ടിയാൽ അധികം ടൈം വേസ്റ്റ് ആക്കാതെ പോകാൻ ചിന്തിച്ചു നിൽക്കുകയാണ്. മാത്രമല്ല, ചില സ്ഥലത്തൊക്കെ തൗഹീദ് മുറിഞ്ഞ് ആകപ്പാടെ പൂളക്കമ്പ് മുറിഞ്ഞതിനേക്കാളും അപ്പുറത്തിലെത്തിയിട്ടുണ്ട്. അതേകൊണ്ട് തന്നെ തൗഹീദിന്റെ ഹോൾസെയിൽ ഡീലർഷിപ്പ് അവകാശപ്പെട്ടിരുന്ന പലരും ഇന്ന് ഏതാണ് ഒറിജിനൽ ഏതാണ് ഡൂപ്പ് എന്നറിയാതെ മഞ്ചേരി അങ്ങാടിയിലേക്ക് കമ്മുക്കുട്ടിക്കാക്ക് അത്തർ വാങ്ങാൻ പോയ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ ആക്ഷേപിക്കാൻ വേണ്ടി പറയല്ല. ഇദ്ദേഹം കുരുമുളക് വിറ്റ് ലേശം കാശ് കിട്ടിയപ്പോ ഏതായാലും പെരുന്നാളല്ലേ, മണമൊക്കെ നന്നാക്കാൻ തീരുമാനിച്ചു. അത്യാവശ്യം അത്തർ വാങ്ങാൻ പോയതാണ്. ഇയാൾ അത്ര കച്ചവടക്കാരൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, മോനെ നല്ല മണമുള്ള ദിവസം അത്തറും കൂട്ട് താന്നു, പൈസ ഒന്നും നോക്കണ്ടാന്ന് പറഞ്ഞു.
അപ്പൊ അത്ര കച്ചവടക്കാരൻ ചോദിച്ചു ഏതത്ര വേണ്ടത്? കാരണം സംഗതി കമ്പനി പറഞ്ഞു കൊടുത്താൽ അതങ്ങ് കൊടുക്കും. അല്ല നല്ലതല്ലാത്ത നമ്മളെടുത്തില്ല, മോശമുള്ള കച്ചവടക്കാർ കൊണ്ടൊന്നും നോക്കൂലല്ലോ. എന്നാ പിന്നെ ഏതാ വേണ്ടതെന്ന് വെച്ചു. അപ്പൊ കയ്യൊന്ന് നീട്ടി പതുക്കെ ഒന്ന് തേച്ചു കൊടുത്തു. അത് തിരക്കടില്ലാന്ന് തോന്നി. ആ മണം ആസ്വദിച്ച് തീരുമ്പോഴേക്ക് അടുത്ത കൈമ മറ്റേ പുരട്ടി. അപ്പം ഇതും കൊള്ളാം. അപ്പോഴേക്ക് മൂന്നാമത്തെ ഇത് തിരക്കടില്ല. പിന്നെ നാലാമത്തെ ഒരു 5-6 തൗഹീദാണ് തേച്ചപ്പോ ഇനിയിപ്പോ ഏതാ വേണ്ടതെന്ന് അറിയണില്ല. അല്ല ഏതാ വേണ്ടത്? ഏതെങ്കിലും തന്നളാണ്. അങ്ങനെ ഉണ്ടല്ലോ. കാരണം ഇത് കൺഫ്യൂഷനായി പോയി. നമ്മളെ ഹനീഫ് കായക്കോടിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അത് കൺഫ്യൂഷനാണ്. ഇപ്പോൾ ഏത് തൗഹീദാണ് അചഞ്ചലം എന്നറിയാതെ ചഞ്ചലപ്പെട്ടു പോയ തൗഹീദിൽ കുടുങ്ങി കുറെ ആളുകൾ. നമ്മൾ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് ആത്തരം ആളുകളെയാണ്. നല്ല മനുഷ്യന്മാർ അറിയാതെ അബദ്ധത്തിൽ കുടുങ്ങിപ്പോയതാണവ. ആത്തരം ആളുകൾക്ക് ഒരു അനസ്തേഷ്യയുടെ പീരീഡാണ്. ഓപ്പറേഷൻ ശരിക്കും സക്സസ് ആകും. അതുകൊണ്ട് തന്നെ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആളുകൾക്ക് മൊത്തത്തിൽ പ്രമാണത്തിന്റെ പിന്തുണയോടൊപ്പം പ്രമാണിമാരുടെ വാക്കും കൂടെ അതും ശരിക്ക് ക്ലിപ്പാക്കി ഇട്ടുകൊടുത്തുകൊണ്ടാണ് വിഷയങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നത്. അള്ളാഹു സത്യം മനസ്സിലാക്കി തിരിച്ചു വരാൻ പലർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരു കാര്യം ഉറപ്പാ, നമ്മുടെ ക്ലിപ്പിംഗ് സഹിതമുള്ള പ്രസംഗങ്ങൾ നിഷ്പക്ഷമായിരുന്ന് 1-2 പ്രസംഗം കേട്ടാൽ ഉറപ്പാണ് അള്ളാനെ പേടിയുള്ള ആളുകൾക്ക് മാറ്റം വരും. ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ തൗഹീദ് കാമ്പയിൻ അല്ലെങ്കിൽ നമ്മുടെ തൗഹീദ് അചഞ്ചലമാണെന്ന പ്രമേയത്തിന്റെ ചർച്ച ഈ 2-3 മാസ കാലയളവെടുത്ത് കേരളത്തിന്റെ കവലകൾ മുഴുവൻ ചർച്ച ചെയ്യുമ്പോഴേക്ക് ഇൻഷാ അല്ലാഹ് ബിദ്അഈ കൂടാരത്തിൽ നിന്ന് നല്ലൊരു കുത്തൊഴുക്ക് സുന്നത്തമായത്തിന്റെ തറവാട്ടിലേക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമെന്ന ഒരു നല്ല പ്രതീക്ഷയിലാണ് നമ്മൾ. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വരുന്ന ഭാവിയിൽ നമുക്കത് വായിച്ചെടുക്കാൻ കഴിയും. അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് ഔദ്യോഗികമായി തൗഹീദ്, ആ തൗഹീദിന്റെ തത്വം പഠിപ്പിക്കുന്നത് പോലും റസൂലുള്ളാഹി തങ്ങളോട് പ്രഖ്യാപിക്കാൻ പറഞ്ഞുകൊണ്ടാണ്. ഇനി ഒരു പ്രത്യേക കഴിവിനെ കുറിച്ച്, ഒരു മോചനത്തിനെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞ പ്രയോഗം വമാ റമൈത ഇത് റമൈത വലാകിന്ന അല്ലാഹു റമാ. നബിയെ അങ്ങ് എറിഞ്ഞ സന്ദർഭമുണ്ടല്ലോ, ആ സന്ദർഭത്തിൽ അങ്ങ് എറിഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങ് എറിഞ്ഞിട്ടില്ല. ഏറ് നടന്നിട്ടുണ്ട്, എറിഞ്ഞ സമയത്ത് അങ്ങ് എറിഞ്ഞിട്ടില്ല. പിന്നെ എന്താണ് പറഞ്ഞത്? വലാകിന്ന അല്ലാഹു റമാ, എറിഞ്ഞിരിക്കുന്നത് അല്ലാഹുവാണ് എന്ന് പറഞ്ഞാൽ അല്ലാഹു വല്ലാത്ത കഴിവ് കൊടുത്തു നബി തങ്ങളുടെ കരങ്ങൾക്ക്. അപ്പൊ താത്വികമായി അല്ലാഹുവിന്റെ കഴിവാണ്, പ്രകടമായി റസൂലുള്ളാഹി തങ്ങൾ പ്രകടിപ്പിച്ചതാണ്. കഴിവ് 2 ഇല്ല. എല്ലാ അന്നൽ ഖുവ്വത ലില്ലാഹി ജമീഅ, എല്ലാ കഴിവും അല്ലാഹുവിന്റെ കഴിവാണ്. അത് യന്ത്രം ചലിക്കുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ കഴിവാണ്, മന്ത്രം ഫലപ്പെടുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ കഴിവാണ്, തന്ത്രം വിജയിക്കുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ കഴിവാണ്. യന്ത്രത്തിന്റെ കഴിവും തന്ത്രത്തിന്റെ കഴിവും മന്ത്രത്തിന്റെ കഴിവും മന്ത്രിയുടെ കഴിവും എല്ലാം അല്ലാഹു നൽകുന്നതാണ്. അന്നൽ ഖുവ്വത ലില്ലാഹി ജമീഅ. ഈ ആശയം അരക്കിട്ടുറപ്പിച്ചുകൊണ്ടാണ് 5 നേര ബാങ്കിന്റെ ഇജാബത്തിൽ ഒരു സത്യവിശ്വാസി പറയുന്നത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ചീത്ത കാര്യത്തിൽ നിന്ന് വിട്ടുനിൽക്കാനോ നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കാനോ ഉള്ള കഴിവ് അല്ലാഹുവേ നീ തന്നല്ലാതെ ഇല്ലേ ഇല്ല. ഇതാണ് ഒറിജിനൽ തൗഹീദ്. പക്ഷേ അല്ലാഹു കൊടുക്കുന്ന കഴിവ് അത് തടുക്കാൻ ആർക്കും കഴിയില്ല, അതിനാർക്കും പരിധി വെക്കാൻ കഴിയില്ല. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത. അല്ലാഹു കൊടുക്കുന്ന കഴിവ് തടുക്കാൻ
ഗവൺമെന്റ് പാസ്സാക്കിയത് ചിലപ്പോൾ സ്റ്റേ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ഗവൺമെന്റുകൾക്കെതിരെ തന്നെ ഹൈക്കോടതി സ്റ്റേ കൊണ്ടുവന്ന ചരിത്രം ഉണ്ട്. അതേസമയം അള്ളാഹുവിന്റെ എതിരിൽ ഒരാൾക്കും സ്റ്റേ കൊണ്ടുവരാൻ കഴിയില്ല. അള്ളാഹ് തടുത്തു വെച്ചത് വാങ്ങിച്ചു കൊടുക്കാനും ഒരാൾക്കും കഴിയില്ല. അള്ളാഹുവിന്റെ പ്രവർത്തനം ചോദ്യം ചെയ്യാനും ഒരാൾക്കും കഴിയില്ല. ലാ യുസ്അലു അമ്മാ യഫ്അൽ വഹും യുസ്അലൂൻ. അള്ളാഹു ചെയ്ത പ്രവർത്തനങ്ങളെ ചോദിക്കാൻ ആർക്കും അർഹതയില്ല. മറ്റുള്ളവർ ചെയ്താൽ അള്ളാഹു ചോദിക്കുന്നതും ആണ്. അതുകൊണ്ട് തന്നെ എല്ലാറ്റിന്റെയും അടിസ്ഥാനം അള്ളാഹുവിൻ്റെതാണ്. പക്ഷേ അള്ളാഹു കൊടുക്കുന്ന അല്ല അതായിയായ കഴിവ് അത് സൃഷ്ടികൾക്കും ആകാം. ആ കഴിവിന് പരിധിയുണ്ടോ? ഇല്ല. ലിമിറ്റില്ലാതെ അള്ളാഹു തല കൊടുക്കുമെന്നാണ്. ആ കൊടുക്കുന്ന കഴിവുകൾ റുജ്ജത്തായും കറാമത്തായും വരും. അതവർ പ്രാവർത്തികമാക്കും. അത് അംഗീകരിച്ചുകൊണ്ട് മഹാരഥന്മാരെ വലിയ പദവിയിലേക്ക് വെച്ചാൽ അത് തൗഹീദിനെതിരല്ല. ആ തത്വമാണ് സ്വഹാബത്ത് പഠിപ്പിക്കുന്നത്. സ്വഹാബത്തിനെ ഇരുത്തിയിട്ട് അള്ളാഹുവിന്റെ ഹബീബാകുന്ന റസൂലുള്ള പലപ്പോഴും ചോദ്യം ചോദിക്കും. ആ ചോദ്യത്തിന് സ്വഹാബത്ത് കൊടുക്കുന്ന മറുപടി അല്ലാഹു വ റസൂലുഹു അലം. അള്ളാഹുവിനും റസൂലിനും അറിയാം. അള്ളാഹനെ പറയുമ്പോഴേക്കും അള്ളാഹനെ പറയാം. അത് പാടില്ല. ഷട്ടപ്പ്യോർ മൗത്ത്. അള്ളാഹനെ പറഞ്ഞ അതേവായി കൊണ്ട് മഹാന്മാരെ പറഞ്ഞാൽ അള്ളാഹുവിന്റെ പിന്നെ തൗഫീഖ് കൊണ്ട് നേർച്ചക്കാരെ ബർക്കത്ത് കൊണ്ട് മുത്തനബിന്റെ ശഫാഅത്ത് കൊണ്ട് അങ്ങനെ പറയാൻ പാടില്ല എന്നാണ് നമ്മുടെ നാട്ടിലെ ചില തൗഹീദിവാദികളൊക്കെ മനസ്സിലാക്കി വെച്ചത്. സത്യത്തിൽ റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിൽ വെച്ച് സ്വഹാബത്ത് പറയുന്നു അല്ലാഹു വ റസൂലു ആലം. അപ്പൊ റസൂലുള്ള പറഞ്ഞു എക്സ്ക്യൂസ് അങ്ങനെ പറയരുതേ. ഇല്ല, മറിച്ച് റസൂലുള്ളാഹി തങ്ങൾ അതിന് അംഗീകാരം കൊടുക്കുകയാണ്. ഒന്ന് ദാത്തിയാണ്, മറ്റൊന്ന് അതായിയാണ്. അള്ള കൊടുക്കുന്ന പവർ, അള്ള കൊടുക്കുന്ന പദവി, ആ പദവി വകവെച്ച് കൊടുക്കൽ, അതാണ് തൗഹീദ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതാണ് ഇസ്ലാം, അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. അല്ലാഹു ജല്ല ജലാൽ അവന്റെ തത്വങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഭൂമിയിലേക്ക് നിയോഗിച്ച പ്രവാചകന്മാർ, മഹാരഥന്മാരായ മഹത്തുക്കൾ, അള്ളാഹു അവർക്ക് കൊടുക്കുന്ന കഴിവുകൾ അത് പരിധി നിശ്ചയിക്കാൻ കഴിയില്ല. ആ കഴിവുകൾ അംഗീകരിച്ചു കൊടുക്കൽ ഒരിക്കലും തൗഹീദിന് വിരുദ്ധവും അല്ല. ഈ പ്രവാചകന്മാർ ലോകത്ത് വന്ന് പഠിപ്പിച്ച തത്വങ്ങളിൽ വെച്ച് ഏറ്റവും അത്യുത്തമമായ തൗഹീദ്, 1.25 ലക്ഷം വരുന്ന പ്രവാചകന്മാർ ഇവിടെ പ്രബോധനം ചെയ്ത തത്വങ്ങൾ കർമ്മങ്ങളിലും ആചാരങ്ങളിലുമൊക്കെ കാലോചിതമായ മാറ്റങ്ങളും പരിഷ്കാരങ്ങളുമൊക്കെ വരുന്ന സമയത്ത് തന്നെ വളരെ പ്രധാനമായ വിശ്വാസകാര്യമായ തൗഹീദ്, ആ തൗഹീദ് അചഞ്ചലമായി നിലനിൽക്കുകയാണ്. വിശുദ്ധ ഖുർആൻ അതിനെ ഉപമിച്ചുകൊണ്ട് പറയുന്നത് തന്നെ അലം തറ കൈഫ ദറബല്ലാഹു മസലൻ കലിമത്തൻ ത്വയ്യിബത്തൻ കശജറത്തിൻ ത്വയ്യിബ അസ്ലുഹാ സാബിത്തുൻ വഫറുഹാ ബിസ്സമാ. ഖുർആൻ തൗഹീദ് ഉപമിക്കുന്നത് ഒരു വൻ മരത്തോടാണ്. ആ മരത്തിന്റെ റൂട്ട്, അതിന്റെ വേര്, അത് ശരിക്കും ഭൂമിയിൽ നന്നായി പതിഞ്ഞ ആഴ്ന്നിറങ്ങിയ വേരാണ്. ആഴ്ന്നിറങ്ങിയ വേരുകളുള്ള തൗഹീദാകുന്ന വടവൃക്ഷം അത് പടർന്നു പന്തരിച്ച് വിവിധ ശാഖകളും ശാഖോപശാഖകളുമായി നിൽക്കുന്നു. തൂത്തി ഉകുലഹ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹാ വയദ്രിബുല്ലാഹുൽ അംസാല ലിന്നാസി ലഅല്ലഹും യതദക്കറൂൻ. ആളുകൾക്ക് കാര്യം ഉൾക്കൊള്ളാൻ വേണ്ടി ഒരു ഉദാഹരണത്തിലൂടെ ഈ തൗഹീദിന്റെ തത്വം അല്ലാഹു തആല വരച്ച് കാണിക്കുകയാണ്. കാരണം ഒരു മനുഷ്യനെ സ്വർഗത്തിലേക്ക് നിയോഗിക്കുന്നതും നരകത്തിൽ നിന്ന് മാറ്റുന്നതും അടിസ്ഥാനപരമായ വിശ്വാസപരമായ കാര്യമാണ്. തൗഹീദ് അനുസരിച്ചാണോ ഒരാളെ നരകാവകാശിയും സ്വർഗാവകാശിയുമായി മാറ്റുന്നത്. അതുകൊണ്ടാണ് അവസാനം വന്ന പ്രവാചകർ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഔദ്യോഗികമായി പ്രഖ്യാപനത്തിൽ പറഞ്ഞു, അഫ്ദലു മാ ഖുൽതു വന വന്നബിയുന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്.
ഒരുപാട് തത്വങ്ങൾ പലരും പഠിപ്പിച്ചെങ്കിലും അടിവരയിട്ടുകൊണ്ട് ഓർമ്മപ്പെടുത്തേണ്ട തത്വം, ഞാനും എന്റെ മുമ്പ് വന്ന പ്രവാചകന്മാരും പഠിപ്പിച്ച തത്വം ലാ ഇലാഹ ഇല്ലല്ലാഹ്, തൗഹീദിന്റെ തത്വമാണ്. അള്ളാഹു ഏകനാണെന്ന തത്വമാണ്. അതുകൊണ്ടാണ് ഒരു കുട്ടി ഭൂമിയിലേക്ക് ഇങ്ങോട്ട് ജനിച്ചു വീഴുന്ന സമയം മുതൽ ആ കുട്ടിയെ മയ്യിത്ത് കട്ടിലേക്കല്ല ഖബറിലേക്ക് വെക്കുന്ന സമയം വരെ പരിശുദ്ധ ഇസ്ലാമിന്റെ കൾച്ചർ അനുസരിച്ച് ഈ തത്വം ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ വചനങ്ങൾ കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാണത്? ഭൂമിയിലേക്ക് ഒരു കുഞ്ഞിങ്ങോട്ട് ജനിച്ചു വീഴുമ്പോൾ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച തത്വം അനുസരിച്ചുകൊണ്ട് നമുക്കറിയാം, ബഹുമാനപ്പെട്ട അബൂ റാഫി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പ്രാവർത്തികമായി കാണിച്ചു തരും. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ആ റസൂലുള്ളാഹി തങ്ങളുടെ പേരക്കുട്ടികൾ, ആ പേരക്കുട്ടികളാണ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമാ. ഈ രണ്ടു പേരുടെ ചെവിയിലും ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ചെവിയിൽ ബാങ്ക് വിളിച്ചതായി ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിന്റെ പേരക്കുട്ടികൾ പ്രസവിക്കപ്പെടുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ തന്നെ ബാങ്ക് വിളിച്ചതായി, റസൂലുള്ളാഹി തങ്ങൾ പ്രവർത്തിച്ച് കാണിച്ചതായി വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയാണ്. എന്തേ? ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞിന് ആദ്യം കൊടുക്കുന്ന മെമ്പർഷിപ്പ് അത് മധുരം തൊട്ട് കൊടുക്കലല്ല, അത് ഭൗതികമായ ലോകത്തേക്കുള്ള ഭക്ഷണമാണ്, വസ്ത്രം അല്ല. ആദ്യം കൊടുക്കേണ്ടത് അവന് സ്വർഗത്തിലേക്ക് പോകാൻ ആവശ്യമായ മെമ്പർഷിപ്പാണ്. അതാണ് തൗഹീദിന്റെ വചനം. അത് ചെവിയിൽ പറഞ്ഞയിടം മുതൽ തീർന്നിട്ടില്ല. ഇനിയോ മരിക്കാൻ കിടക്കുമ്പോൾ അവിടെയും ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ തന്നെ വ്യക്തമായി പഠിപ്പിച്ചു, നിങ്ങൾ ചൊല്ലിക്കൊടുക്കേണ്ട ലാ ഇലാഹ ഇല്ലല്ലാഹ് ലഖ്നൂഹും മിൻദൽ മൗത്ത്. റസൂലുള്ളാഹി പറഞ്ഞു, ചൊല്ലിക്കൊടുക്കണം ലാ ഇലാഹ ഇല്ലല്ലാഹ്. പോരാ, ഈ രണ്ട് ഘട്ടത്തിൽ മാത്രം മതിയോ? ഈ മനുഷ്യന്റെ ജനാസ മയ്യിത്ത് കൊണ്ടുപോകുമ്പോൾ അക്സിറൂഫിൽ ജനാസ, ഈ മയ്യിത്ത് കട്ടിലിൽ വെച്ച് മയ്യിത്തിനെ കൊണ്ടുപോകുമ്പോൾ അവിടെയും നിങ്ങൾ അധികരിപ്പിക്കണം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ജീവിതത്തിന്റെ നിഖില മേഖലകളിൽ ഈ തൗഹീദിന്റെ വചനങ്ങൾ ഉരുവിട്ടുകൊണ്ടേയിരിക്കണം. അതിനുവേണ്ടിയാണ് ഇടക്കിടക്ക് ദിക്ർ ഹൽക്കകൾ നടത്താൻ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു. നിങ്ങൾ നോക്ക്, റസൂലുള്ളാഹി തങ്ങൾ തന്നെ പറഞ്ഞതായി കാണാം, ഇദാ മറർതും ബിരിയാദിൽ ജന്ന, നിങ്ങൾ സ്വർഗപ്പൂങ്കാവനത്തിന്റെ പരിസരത്ത് കൂടെ കടന്നു പോവുകയാണെങ്കിൽ ഫർതഉ, നിങ്ങൾ അവിടെ ഒന്ന് മേയണം, നിങ്ങളൊന്ന് കേറണം, ജസ്റ്റ് ഒന്ന് കേറിയിരിക്കെങ്കിലും വേണം. സ്വഹാബത്ത് ചോദിക്കുന്നു, വമാരിയാദുൽ ജന്ന, ഈ സ്വർഗപ്പൂങ്കാവനം എന്ന് പറഞ്ഞാൽ ഏതാ നബി? അറിഞ്ഞാൽ കേറിയിരിക്കാമായിരുന്നു. റസൂലുള്ളാഹിന്റെ പ്രതികരണം ദിക്റിന്റെ ഹൽഖകളാണ്. ഇങ്ങനെ തന്നെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി ആ തൗഹീദ് പഠിപ്പിച്ചത്. നബി തങ്ങളാണ് തൗഹീദിന്റെ തത്വം വിശദീകരിച്ചു തന്നത്. ആ നബി തങ്ങളാണ് പറയുന്നത് ഹൽഖകൾ. ദിക്ർ ഹൽഖക്ക് മലയാളത്തിൽ നമ്മൾ എന്താ പറയാ? ആളുകൾ വട്ടത്തിരുന്ന് ദിക്ർ ചെല്ലുന്ന സദസ്സുകൾ. ഇത് എന്റെ വക ഹദീസിൽ ഞാൻ അർത്ഥം വെച്ചു എന്ന് പറയേണ്ട. അമാനി മൗലവിയുടെ ഇസ്ലാമിക ജീവിതം എന്ന് പറഞ്ഞ പുസ്തകമാണ്. ഈ ജിന്ന് വിവാദം കൊടുമ്പിരി കൊള്ളുമ്പോ ഈ പുസ്തകം പലയിടത്തും ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ പോയിന്റ് പറയാനല്ല, മറ്റു പല പോയിന്റുകൾക്കും. ഈ പുസ്തകത്തിന്റെ 424 പേജ്. ഇതൊക്കെ ഒന്ന് വാങ്ങി വായിച്ചുകൂടെ എന്നൊക്കെ അനസ് മൗലവിയൊക്കെ മറ്റേ ഗ്രൂപ്പിനോടൊക്കെ ചോദിക്കുന്ന ചോദ്യമുണ്ട്, നമ്മളോടല്ല. ഏതായിരുന്നാലും ആ പുസ്തകത്തിന്റെ 424 പേജിൽ ഞാൻ ഈ പറഞ്ഞ തിർമുദി ഉദ്ധരിക്കുന്ന ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. പക്ഷെ അതിന് ശേഷം അയാൾ തന്നെ കൊടുത്ത അർത്ഥം ഞാൻ വായിക്കാം. അനസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ സ്വർഗത്തോപ്പുകൾക്കരികെ നടന്നു പോവുകയാണെങ്കിൽ അതിൽ കടന്നു മേയുക. അവർ ചോദിച്ചു, ഏതാണ് സ്വർഗത്തോപ്പുകൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദിക്ർ ഹൽഖകൾ. എന്നിട്ട് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നു, ആളുകൾ വട്ടമിളഞ്ഞിരുന്ന് ദിക്ർ ചൊല്ലുന്ന സദസ്സുകൾ. ഇത് ബഹുമാനപ്പെട്ട AP ഉസ്താദ്, അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ, ഉസ്താദ് എഴുതിയ പുസ്തകമല്ല, ഉള്ളാളത്തപ്പാപ്പ അവതാരിക എഴുതി കൊടുത്തതുമല്ല, ഇത് പൊന്മുള ഉസ്താദ് പ്രകാശനം ചെയ്തതല്ല, ഖലീൽ തങ്ങൾ പാപ്പാന്റെ സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങിയതുമല്ല. അതേസമയം ഇവരുടെ ഔദ്യോഗിക നേതാവ്
പിന്നെ മുഹമ്മദ് അമാനി മൗലവി തിർമുദിയുടെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ ദിക്ർ ഹൽക്കകളെ കുറിച്ച് വ്യക്തമായി ഹദീസുകളുടെ വെളിച്ചത്തിൽ സംസാരിച്ചത്. ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് ഈ വിശ്വാസം, അള്ളാഹുവിന്റെ തൗഹീദ്, ഈ തൗഹീദ് പ്രഖ്യാപിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് അടക്കമുള്ള ദിക്റുകൾ, ഇത് ജനിച്ചു വരുന്ന കുഞ്ഞിന്റെ ചെവിയിൽ മാത്രമല്ല, മരിക്കുന്ന ആളുകൾക്ക് മാത്രമല്ല, മയ്യിത്തിന്റെ കൂടെ മാത്രമല്ല, ജീവിതത്തിന്റെ എല്ലാ ഭാഗത്തിലും ഇത് പ്രാവർത്തികമാക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കും. ഇനി ഈ തൗഹീദ് പഠിപ്പിക്കുന്ന സൂറത്താണ് ഖുൽ ഹുവല്ലാഹു അഹദ്. ഈ സൂറത്ത്, ഈ തൗഹീദിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന ആളുകൾ പൈശാചിക ശർറുകളും മറ്റും ഉണ്ടാകുമ്പോൾ മന്ത്രിക്കാമെന്ന് റസൂലുള്ള പഠിപ്പിച്ചതാണ് ഖുൽ അഊദു റബ്ബിൽ ഫലഖും റബ്ബിൻ നാസ്. ഇത് മൂന്നിനും പുറമെ ഇതൊക്കെ അംഗീകരിക്കുന്ന ആളുകൾ ജീവിക്കേണ്ട റൂട്ട് കാണിക്കുന്നതാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം ഉൾക്കൊള്ളുന്ന ഫാത്തിഹ സൂറ. ഇതൊക്കെ മുസ്ലിങ്ങളുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. അതുകൊണ്ടാണ് ഒറിജിനൽ തൗഹീദിന്റെ അവകാശികളായ സുന്നികൾ ഈ ദിക്റുകളും തഹ്ലീലും ജനിച്ചെടുത്തുള്ള ഭാഗം കൊണ്ടുപോകുമ്പോഴുള്ള ദിക്റും എല്ലാം ഉൾക്കൊള്ളുന്നതോടൊപ്പം ഈ ഖുർആനിന്റെ മൊത്തം ആശയം പഠിപ്പിക്കുന്ന ഫാത്തിഹ സൂറത്തും തൗഹീദ് പഠിപ്പിക്കുന്ന ഖുൽ ഹുവല്ലാഹു അഹദും അത് ഉൾക്കൊണ്ട് മന്ത്രിച്ച് ഷർറുകളൊക്കെ തീർക്കുന്ന റബ്ബിൽ ഫലഖും റബ്ബിൻ നാസും ഇത് അവരുടെ ജീവിതത്തിൽ മുഴുക്കെ അതേതാ അൽ ഫാത്തിഹ. കണ്ടോ നിങ്ങൾ, ഏതൊരാൾ നാലാളുകൾ ഒരുമിച്ച് കൂടിയ സദസ്സിൽ സന്തോഷ സന്താപ സമ്മിശ്ര വേളകളിൽ എല്ലാ സമയത്തും വ്യത്യാസമില്ലാതെ അൽ ഫാത്തിഹ. എന്താണത്? ഇഖ്റഉ അൽ ഫാത്തിഹ. ഫാത്തിഹ സൂറത്ത് നിങ്ങളൊക്കെ പാരായണം ചെയ്യണം. അത് പാരായണം ചെയ്ത് ദുആ ചെയ്യാതെ ഒരൊറ്റ സദസ്സും തുടങ്ങുന്നില്ല. എന്തുകൊണ്ട്? അതാണ് ശരിക്കും ഒരു തൗഹീദ് അംഗീകരിക്കുന്ന, ഒരു ഇസ്ലാം അംഗീകരിക്കുന്ന വിശ്വാസി അവൻ പ്രാവർത്തികമാക്കി ഇതിങ്ങനെ കൊണ്ടുവരിക. നമ്മളെ തൗഹീദിൽ സംശയമല്ല, കാരണം അചഞ്ചലമായി നിൽക്കുന്ന തൗഹീദാണ്. അള്ളാന്റെ ഹബീബ് അടക്കമുള്ള അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും ശുഹദാക്കന്മാരും അവർക്കൊക്കെ കൊടുക്കേണ്ട പദവി കൊടുത്തുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ തത്വങ്ങൾ അംഗീകരിച്ച്, മഹാന്മാരെ മഹത്വം അംഗീകരിച്ച്, അവരെ മുറുകെ പിടിച്ച് പരമ്പരാഗതമായി അംഗീകരിച്ചു വരുന്ന തൗഹീദ് അത് അചഞ്ചലമാണ്, അതിന് മാറ്റമില്ല. അത് ബഹുമാനപ്പെട്ട സഅദുദ്ദീൻ തഫ്താനി റളിയല്ലാഹു തആല അൻഹു സറല്ലക്കാദിൽ പറഞ്ഞ ആ താരീഫ് ഒട്ടപ്പുറത്തെ വാദപ്രതിവാദത്തിൽ വെച്ച് ആ കട്ടപ്പാടത്ത് വെച്ച് കുട്ടി മുജാഹിദുകളെ മുട്ടുകുത്തിച്ച ബഹുമാനപ്പെട്ട കാന്തവരം ഉസ്താദ് ഉസ്താദ് ചോദിച്ച ചോദ്യം ബോംബ് പൊട്ടുന്നത് പോലെ പൊട്ടിയതാണ് അല്ലേ? ശിർക്ക് എന്നാൽ എന്ത്? 1.5 കിൻഡൽ വെയിറ്റുള്ള ചോദ്യം. ആ ചോദ്യം അങ്ങോട്ട് വീണപ്പോ പിന്നെ തല പൊക്കാൻ സത്യത്തിൽ ആന്റികൾക്ക് കഴിഞ്ഞിട്ടില്ല. ആ ഞെട്ടലിൽ നിന്ന് മുക്തമായിട്ടില്ല സത്യത്തിൽ AP അബ്ദുൽ ഖാദർ മൗലവിയും ചെറിയമുണ്ട അബ്ദുൽ ഹമീദ് മദനിയും ഉമർ സുല്ലമിയും അടങ്ങുന്ന അന്നത്തെ സംവാദത്തിന്റെ നായകന്മാർ. സത്യം അതാണ്. ഇവിടെ പറയുന്നുണ്ടല്ലോ, ആട് കടിച്ചാ പിന്നെ തേക്കലില്ല. AP ഉസ്താദിന്റെ ആ ചോദ്യം കേട്ട് കരുവാളിച്ചു പോയതാണ്, പിന്നെ രക്ഷപ്പെട്ടു വന്നിട്ടില്ല. പിന്നെ ഞാൻ ചെറുപ്പക്കാരെ കയ്യിലൊക്കെ തൗഹീദ് ഏൽപ്പിച്ചു കൊടുത്തു. അതിപ്പോ കിട്ടി നോക്കുമ്പോഴേക്ക് കുറഞ്ഞ അപ്പം ഓരിച്ചതിനേക്കാളും അപ്പുറം ചെയ്തിട്ടുണ്ട്. അത് ഓരോരുത്തരും ഓരോ കഷ്ടം കൊണ്ടുപോയി. അതാണ് ഇപ്പൊ എന്റെ സുഹൃത്ത് ബഹുമാനപ്പെട്ട അയസരി ഇവിടെ ഓർമ്മപ്പെടുത്തിയല്ലോ. തൗഹീദ് ഇപ്പം കഷ്ടമായി എത്രണ്ണം ചോദിച്ചാൽ അതിന്റെ ആൾക്കാർക്ക് തന്നെ പറയാൻ പറ്റാത്ത രീതിയിൽ ആട് മുജാഹിദും ആടണ മുജാഹിദും വയന്ന മുജാഹിദും ഒഴുകണ മുജാഹിദും അങ്ങനെ പല സൈസുമായിട്ട് മാറുക. ഇരിക്കട്ടെ, ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് നമ്മൾ അങ്ങനെയല്ല, ആ തൗഹീദിന് മാറ്റമില്ലാതെ തുടരുകയാണ്. പക്ഷേ ഇസ്ലാമിന്റെ ശത്രുക്കൾ തീരുമാനിച്ചൊരു കാര്യമുണ്ട്. ഇങ്ങനെ ഒരു അടിയുറച്ച വിശ്വാസത്തിൽ സ്ഥാപിത്ത് അങ്ങനെയല്ലേ? അങ്ങനെയല്ലേ? അടിയുറച്ച തൗഹീദിൽ ആ വിശ്വാസത്തിൽ മുസ്ലിങ്ങൾ നിലനിൽക്കുന്ന കാലത്തോളം ഒരിക്കലും ഇവരെ വിശ്വാസത്തിൽ നിന്ന് മാറ്റാതെ ആചാരങ്ങളെ മാറ്റാൻ കഴിയില്ല, ഇസ്ലാമിന് വികരമാക്കാൻ കഴിയില്ല.
അതുകൊണ്ട് അടിയുറച്ചു എന്ന് പറയുന്ന തൗഹീദിൽ തന്നെ കടന്നു പിടിക്കണം, അതിൽ തന്നെ ചാഞ്ചല്യമുണ്ടാക്കണം, മാറ്റങ്ങളും പരിവർത്തനങ്ങളും വരുത്തണം. അങ്ങനെ പരിശുദ്ധ ഇസ്ലാമിനെ വികലമാക്കി കയ്യിൽ കൊടുക്കണം, അതിന്റെ പരിപ്പെടുത്തുകൊണ്ട് നാശമാക്കണം. ഇസ്ലാമിന്റെ ശത്രുക്കൾ തീരുമാനിച്ചു. ആ തീരുമാനത്തിന്റെ ഭാഗമായി ലോകത്ത് ഉദയം ചെയ്ത പുത്തൻ പ്രസ്ഥാനങ്ങൾ അവരൊക്കെ മർമ്മപ്രധാനമായി കടന്നു പിടിച്ച് തൗഹീദിലാണ്. സത്യത്തിൽ തൗഹീദ് അചഞ്ചലമാണ്, ഒരു കേടും കുഴപ്പമില്ല. പക്ഷെ ഇവർ വന്നിട്ട് കേട് പറ്റിയിട്ടുണ്ട്, കേട് പറ്റിയിട്ടുണ്ട്, തൗഹീദിനാണ് കേട്, തൗഹീദിനാണ് കേട്. ശിർക്ക് ഭയങ്കരമായ അക്രമമാണ്, അതുകൊണ്ട് അതിനെ തകർത്തിറങ്ങി പറ്റൂ, തൗഹീദിന് കേട് സംഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് വ്യാഖ്യാനങ്ങളായി ഇങ്ങോട്ട് രംഗത്ത് വന്നു. ഇപ്പൊ അവസാനം ഇത് നല്ലൊരു തട്ടിപ്പായിരുന്നു, എല്ലാവർക്കും ബോധ്യപ്പെട്ടു. ഇപ്പൊ ഒരു 6 മാസം മുമ്പ് സൗദി അറേബ്യ പോയപ്പോ അവിടുത്തെ പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തൊരു പുതിയ തട്ടിപ്പിട്ടെ. എന്താ സംഭവം എന്ന് അറിയുങ്ങൾ? ഒരാൾ നടന്ന് ഇങ്ങനെ പോകുമ്പോ ഒരുത്തൻ വന്നിട്ട് തുപ്പുക. അരെ നമ്മളെ തുപ്പിക്കഴിഞ്ഞാൽ സംഭവിച്ചത് അബദ്ധമായി പോയി എന്ന അർത്ഥത്തിൽ ഓടി വരിക. എന്നിട്ട് ഇവന്റെ കയ്യിൽ നിന്ന് മറ്റേ പേപ്പർ എടുത്തിട്ട് പതുക്കെ അങ്ങനെ ഇത് തുടക്കുക, നമ്മളെ തുടക്കുക. ആ തുടക്കം വഴി ഇവൻ കുനിഞ്ഞു നിൽക്കുക. അത് കഴിഞ്ഞ് നോക്കുമ്പോഴേക്ക് പിന്നെ ഇവന്റെ പോക്കറ്റിൽ നിന്ന് കാശ് പോയിട്ടുണ്ട്, മൊബൈലും പോയിട്ടുണ്ട്. അപ്പൊ എന്താ, ഒരു വിഷമില്ലാതെ ഒറ്റയ്ക്ക് നടന്നു പോവാൻ. ഇവനെ തുപ്പിയിട്ട് ആദ്യം നാശാക്കി, വൃത്തികേടാക്കി. ഈ വൃത്തികേട് നന്നാക്കാനാന്ന് പറഞ്ഞ് വരിക, എന്നിട്ട് പോക്കറ്റിലെ കാശ് എടുത്തുകൊണ്ടുപോവുക. ഇത് നമ്പർ 1 തട്ടിപ്പ് പുതിയതറിയതാണ്. ഇതുപോലെ ഒരു കേടുമില്ലാതെ അചഞ്ചലമായി നിന്നിരുന്ന തൗഹീദ് ഈ തൗഹീദിന് കേട് സംഭവിച്ചിരിക്കുന്നു എന്നിങ്ങനെ ബേജാറായി ഇളകി പറഞ്ഞ് ആ തൗഹീദ് നന്നാക്കാനാന്ന് പറഞ്ഞ് ഇസ്ലാഹിന്റെ പേരിൽ ഇങ്ങോട്ട് വന്നു നോക്കുമ്പോൾ ആകപ്പാടെ ഇങ്ങോട്ട് തകരാറ് വെച്ച്. ഇതെന്റെ വക ഞാൻ പറയല്ല, KB ലത്തീഫ് മൗലവി എന്നൊരു മൗലവി ഉണ്ട്, മുജാഹിദിന്റെ ഔദ്യോഗിക പക്ഷത്താണ് ഇപ്പോൾ ഉള്ളത്. കുറച്ച് കഴിഞ്ഞാൽ എങ്ങട്ടാ നീങ്ങാന്ന് പറയാൻ പറ്റൂല, കാരണം ഇപ്പൊ ഇവരെ കൂട്ടത്തിലൊക്കെ അങ്ങനെയാണ്. എങ്ങട്ട് നീങ്ങുമെന്ന് ആർക്കും പറയാം, ആരും വിശ്വാസമില്ലാത്തൊരവസ്ഥയാണ്. അത് സക്കറിയ സലാഹിന്റെ ക്ലിപ്പ് പറയുന്നുണ്ട്. ഇതിപ്പോ എങ്ങട്ടാ നീങ്ങാൻ ആർക്കും പറയാൻ പറ്റൂല. പണ്ട് അൽബിയാജി കുട്ടിക്ക് പേരിട്ട മാതിരി ഇപ്പൊ പറയാൻ പറ്റുള്ളൂ. കുട്ടിക്ക് പേരിട്ടോന്ന് വെച്ചു, ഓ എന്താന്ന് വെച്ചു, അബു എന്ന് പറഞ്ഞു. അബു അങ്ങനെ ഒരു പേര് ഒരു പൂർത്തിയാവാത്ത കോലത്തിൽ നിൽക്കട്ടെ, ഒരു 10-18 കൊല്ലം ഓനാണ് ജീവിക്കട്ടെ. എന്നിട്ട് നല്ല മനസ്സ് റാഗത്തോടെ ജീവിക്കുകയാണെങ്കിൽ ബക്കർ എന്ന് കൂടെ കൂട്ടി അബൂബക്കറാക്കാം. ഇനി മോശക്കാരനാകുകയാണോ തമ്മാടിയാകുകയാണോ ജഹല് കൂട്ടിക്കൊടുത്ത് അബൂജാലും ആക്കാം. രണ്ടിനും പറ്റ കൊലത്തിൽ അബൂന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞതുപോലെ ഇവരെ കൂട്ടത്തിൽ ഇപ്പം ജിന്ന് വിഭാഗത്തിന്റെ കൂട്ടത്തിൽ തന്നെ നിൽക്കുന്ന 1-2 ആളുകൾ ഉണ്ടാകുമെന്ന് പറയാൻ വയ്യ. അതിശക്തമായിട്ട് ജിന്നുകള് ജിന്നൂരികൾ എന്നും സക്കരിയാക്കൾ എന്നും ആക്ഷേപിക്കുന്ന മടവൂർ ഗ്രൂപ്പിന്റെ കൂട്ടത്തിൽ തന്നെ പെട്ട ചെറിയ മുണ്ടം എന്താകും എന്ന് നാളെ പറയാൻ പറ്റൂല. ജബ്ബാർ മോലിപ്പ് എവിടെ ഉള്ളതെന്ന് ചോദിച്ചാൽ അത് വേണ്ടണം എന്ന ശൈലിയിലാണ് ഇപ്പൊ നമുക്ക് സംഗതി. മൂപ്പർ ലേഖനാണ് വിവാദത്തിന്റെ തുടക്കമെങ്കിലും അതിപ്പോ ഇങ്ങനെ മഹ്ഫിയായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ബിലിഗേരി പറഞ്ഞ പോലെ മഹ്ഫി രഹ്ന എന്ന് പറഞ്ഞേ, അത് ആ രീതിയിൽ തന്നെ കിടക്കുകയാണ്. അതേപോലെ തന്നെ സലാസുല്ലമി മടവൂർ ഗ്രൂപ്പിലാണെങ്കിലും ഓടമ്പുഴ സംവാദത്തോടുകൂടെ സലാസുല്ലമിയുടെ ആശയം അല്ല ഇവര് പറഞ്ഞത് എന്നൊരു സംശയത്തിലെന്നല്ല ആശങ്കയിൽ തന്നെ ഉറപ്പായിട്ട് ഇപ്പൊ സലാസുല്ലമി ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പാണ്. അതിനൊക്കെ തെളിവ് നമ്മളെടുത്ത് വാറുണ്ട്. ഇങ്ങനെ ഒരു ഗ്രൂപ്പിൽ തന്നെ ഉപഗ്രൂപ്പിൽ തന്നെ ജാതിവാരിയായി ഇങ്ങനെ മൊത്തത്തിൽ വ്യാപിച്ചിങ്ങനെ കിടക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ KNM ഗ്രൂപ്പിലുള്ള ഗുളിക മൗലവി തന്നെ പറയുന്നുണ്ട്, ഇത് ഇസ്ലാം നമ്മൾ തുടങ്ങിയത് കേടെത്തിയെ നന്നാക്കാനാണോ ഇസ്ലാം, അത് തുടങ്ങണ തന്നെ തൗഹീദിനാ തകരാറ് കുടുങ്ങിയത്. ആ ക്ലിപ്പോട് കൂടെ നമുക്കൊന്നാണ് തുടങ്ങാൻ പറ്റും. ഇസ്ലാഹി പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ നന്നാക്കൽ പ്രസ്ഥാനം എന്നാണ് എൻ്റെ അർത്ഥം. ഇസ്ലാഹ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നന്നാക്കുക. അപ്പോ ഒരു വസ്തു ഉണ്ടാവണം. ആദ്യം വസ്തു ഉണ്ടായാൽ മാത്രം പോരാ, വസ്തു കേടുവരണം, എന്നാലല്ലേ നന്നാക്കണ്ടുള്ളൂ. കേടുവരാത്തൊരു സാധനം നന്നാക്കണോന്റെ പേര് ഭ്രാന്തൻ. അവ കേട് വന്ന വസ്തുവിനെ നന്നാക്കണം, അതാണ് ഇസ്ലാഹ് എന്ന് പറയുന്നത്. അപ്പൊ കേട് വരാത്ത വസ്തു നന്നാക്കിയാലോ
ഓന്റെ പേര് ഭ്രാന്തൻ, വേണമെങ്കിൽ തട്ടിപ്പുകാരെന്നും പറയാം. കാരണം ഭ്രാന്തൻ എന്ന് പറഞ്ഞ് വിട്ടാൽ ചിലപ്പോൾ ഭ്രാന്തന്മാർക്ക് പലതും ചെയ്യാൻ ലൈസൻസ് ഉണ്ടാവും, അത് പറ്റൂല. അപ്പൊ ഒന്നുകിൽ ഭ്രാന്തൻ അല്ലെങ്കിൽ ടിപ്പണി ഞാൻ എടുക്കുകയാണ് അയാൾ പറഞ്ഞ വാക്കിന്, എന്റെ തട്ടിപ്പുകാരൻ. രണ്ടാമതെന്താണെന്ന കാര്യം ഉറപ്പാണല്ലോ, കാരണം കേടുണ്ടാവൂല. ചിലപ്പേ കേടുണ്ട് തെറ്റിദ്ധരിച്ചതാ. മുമ്പ് ഒരാൾ പറഞ്ഞു ടോർച്ച് കത്തുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആളെടുത്ത് കൊണ്ടേ കൊടുത്തു. ഒന്ന് മൂപ്പര് നോക്കിയിട്ട് പറഞ്ഞു എന്താ ഇപ്പൊ ചെയ്യക്കോലത്ത്, ഏതായാലും നിങ്ങൾ ഇപ്പൊ ഒരു ഉച്ച കഴിഞ്ഞിട്ട് വരിക എന്നപ്പോ സംഗതി കൊടുത്തു ചെയ്തു. നന്നാക്കിയാണ് എന്നാലും നല്ല മനുഷ്യട്ടോ നന്നാക്കിയിട്ടും അവന്താ ബാക്കി തല തിരിച്ചിട്ടതാണ്. ഇതപ്പോ നിങ്ങളോ ഇത് കൊണ്ടേ കൊടുത്ത ആൾക്കറിയണ്ടേ? ഇതേപോലെ ചില ആളുകൾക്ക് അറിയില്ല. ഓർക്ക് തോഹീദ് ശിർക്ക് കേട്ടപ്പോ എന്തോന്നിങ്ങനെ പേടിച്ചു പോയതാണ്. എന്താന്ന് മനസ്സിലാക്കണ്ടേ? ഇവരൊക്കെ മാറുന്നുണ്ടെന്ന് മനസ്സിലാവണ്ടേ? അതറിയാതെ കുടുങ്ങിയതാണ്. അപ്പൊ അത്തരം ആളുകളെ പറ്റിക്കുന്ന തട്ടിപ്പുക അത് തുടങ്ങിയത് എവിടുന്നാണ്? തോഹീദിൽ നിന്നാണ്. അതും കൂടെ പറഞ്ഞോട്ടൊന്ന്. അപ്പൊ ആദ്യം കേടുന്ന സ്ഥലം ഇസ്ലാഹി പ്രസ്ഥാനം നോക്കുമ്പോൾ എവിടെയാണെന്ന് ചോദിച്ചാൽ തൗഹീദിലാണ് കേടുവന്നത്. അപ്പൊ ആദ്യം കേടുവന്ന സ്ഥലം എവിടെയാണ്? തൗഹീദിലാണ്. നിങ്ങൾ അപ്പൊ ഇസ്ലാഹി പ്രസ്ഥാനം അത് നന്നാക്കാൻ തുടങ്ങുന്നതിനെ തൗഹീദും വന്ന എന്റെ കുഞ്ഞമ്മിയുടെ കഥ പറഞ്ഞില്ലേ, എന്റെ ആളെ കെട്ടിയപ്പോഴേ വിരകലാണ് കയറിയില്ലേ എന്ന് പറഞ്ഞതുപോലെ തുടക്കം തന്നെ കേട് തൗഹീദും വരാം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അള്ളാന്റെ റസൂലും മക്കാ മുസ്ലിങ്ങൾ ക്ഷണിച്ചതോ അവൻ തൗഹീദ് തന്നെ? അപ്പൊ ഇസ്ലാഹി പ്രസ്ഥാനം വരുന്നതിന് മുമ്പ് പറ്റിപ്പോയിരുന്നു. ഏത് നിങ്ങൾക്ക് മനസ്സിലായില്ല? ഇവിടെ കേട് വന്നത് തൗഹീദാണ്. തൗഹീദിൽ കേട് വന്നാൽ നിസ്കാരത്തിൽ കേടുവരും പോലെയല്ല. നിസ്കാരത്തിൽ കുനൂത്ത് മറന്നാൽ അവിടെ നമുക്ക് സെഹ്വിന്റെ സുജൂദ് കൊണ്ട് പരിഹരിക്കാം, അങ്ങനെ ഉണ്ടാകൂലേ? അതേപോലെ ഒരു വർഷം കലായിൽ പിന്നെ നമുക്ക് തമ്മിൽ കലാവ് കൂട്ടാം. കേടുണ്ട് തോന്നിയ മടക്കി കയറിക്കാം. കൂട്ടരെ തൗഹീദിൽ പിഴച്ചു പോയാൽ അപകടമല്ലേ? അത് ഒന്ന് കർമ്മം കേട് വരുന്നത് ഇപ്പൊ ആണെങ്കിൽ പച്ചക്കറി കേടുവരും പോലെയാണ്, മറ്റൊരു കോഴിമുട്ട കേടും പോലെയാണ്. രണ്ടാണ്. കേബേജിന് ഒരു ഭാഗം പിന്നെ ചീഞ്ഞാൽ തന്നെ അതാണ് ചെത്തി ഒഴിവാക്കിയിട്ട് മറ്റേ ഭാഗം കൂട്ടാൻ വെക്കാം, അല്ലേ? അതേസമയം കോഴിമുട്ട കെട്ടാൽ അതിൽ ഒരു ഭാഗം എടുത്ത് മറ്റേ ഓംപ്ലേറ്റ് അടിക്കാൻ പറ്റുമോ? ഇല്ല, മൊത്തം കേടാണ്. എന്നിട്ട് നിങ്ങൾ ഇവിടെ തൗഹീദിന് കേട് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ ഇസ്ലാമിക വൃത്തത്തുനിന്ന് പുറത്താണ്, അങ്ങനെയല്ലേ? അപ്പൊ ഈ മുജാഹിദ് പ്രസ്ഥാന രംഗത്തുനിന്ന് ഇപ്പൊ അവര് പറഞ്ഞ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഒരു നൂറ്റാണ്ട് എന്നാ പോലും പറയണേ. അത് ലോഡ്ജിൽ നമ്പർ മാതിരിയാണ്. ഞാൻ ലോഡ്ജിൽ നമ്പർ ഉണ്ടെങ്കിൽ 111 വന്നാൽ തുടങ്ങലല്ലേ. ആകെ ഉണ്ടാകെ 112 അതെന്താ തുടങ്ങണ 101 അപ്പൊ പിന്നെ 12 112 എന്ന് പറഞ്ഞ മാതിരി ഇവരിപ്പം ഒരു നൂറ്റാണ്ടിനാണ്. അത് ഇൻഷാ അല്ലാഹ് അടുത്ത മറ്റേ ഗ്രൂപ്പ് പറയുമ്പോഴുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞ മുമ്പിൽ അതേക്കില്ല. ഫ്ലക്സ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഏതൊരു ഗ്രൂപ്പ് എത്ര കൊല്ലായിട്ടുണ്ട് എന്ന് കണക്ക് ഞങ്ങൾ പറയണില്ല. ഇപ്പൊ ഞങ്ങളുടെ പരിപാടി എന്താ? നിങ്ങൾ കുണ്ണാക്കൊണ്ട് ഇങ്ങനെ അങ്ങനെ പരിപാടി ഉണ്ടല്ലോ. അതായത് തേങ്ങയിൽ ഇങ്ങനെ ആട്ടിയിട്ടാണ് എണ്ണ ഇട്ടിടും, അതിൽ തന്നെ കിട്ടണ പുണ്ണാക്കും. അപ്പൊ അഥവാ വെളിച്ചെണ്ണ കയ്യുമാലായാൽ അപ്പുണ്ണാക്കിട്ട് ഒന്നാ തുടച്ചിട്ടാൽ വളരെ ക്ലീൻ ആവും. പിന്നെ നമ്മൾ വേറെ എടുക്കും പോകേണ്ട ആവശ്യമില്ല. അതോട് ഇങ്ങനെയാണ്. അപ്പൊ ഇവര് തന്നെ ഒരു നൂറ്റാണ്ട് തികഞ്ഞിട്ടുണ്ടോ? ഇല്ലേ. പിന്നെ ഒന്നുണ്ട്, ഇപ്പൊ ഞങ്ങളൊക്കെ ഭാഗത്ത് ഈ പാവപ്പെട്ട ചില പെണ്ണുങ്ങളുണ്ട്. അവര് പ്രസവിച്ച് കിടക്കുമ്പോൾ എന്താ ചെയ്യാറ്? നിങ്ങൾ സാധാരണഗതിയിൽ ഇവർക്ക് 40 കുളിക്കൽ 40 തേഞ്ഞിട്ടാണ്, അങ്ങനെയാണല്ലോ ഉണ്ടാകല്. അതുവരെയൊക്കെ ഹിർമത്തിനൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ 40 തികഞ്ഞിട്ടാ കുളിക്കൽ. കാരണം ആളും പാളൊക്കെ ഉണ്ടാവും. പാവപ്പെട്ട കുടുംബമാണ്. ഇവർക്കാണെങ്കിൽ വേറെന്തേലൊക്കെ പണിയെടുത്തിട്ട് വേണം ജീവിക്കണമെങ്കിൽ ഇതൊക്കെ. അപ്പൊ എന്താ ചെയ്യാ? ഏകദേശമൊക്കെ രക്തമൊക്കെ നിന്ന് കുളിക്കാനൊക്കെ ആയിക്കഴിഞ്ഞാൽ 28 എന്നാൽ കുളിക്കും. പക്ഷെ പറയെന്താ? 40 കുളിക്കാന്ന 28 40 കുളിക്കുക എന്ന് പറഞ്ഞതുപോലെ അത് തികയാതെ നൂറ്റാണ്ടാക്കിക്കോളി, കുഴപ്പമില്ല. സപ്പോസ് ഇനി നൂറ്റാണ്ട് ഉണ്ട് തന്നെ വെക്കുക. ആ ഒരു നൂറ്റാണ്ട് മുതൽ നിങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോ തന്നെ തൗഹീദ് കേടാണ്. അപ്പൊ കേരളത്തിൽ ഉണ്ടായിരുന്ന മാപ്പിളാര് പാലായിരുന്നേ അല്ല, അങ്ങനൊന്നുണ്ടല്ലോ. അതുവരെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ തൗഹീദിൽ നിന്ന് പുറത്തായിപ്പോണ്ടേ, തൗഹീദിൽ നിന്ന് വെളിയിലായിപ്പോണ്ടേ പോണം. ഇത് KV മാത്രമല്ല, ഇനി മറു ഗ്രൂപ്പിൽപ്പെട്ട സക്കരിയാക്കളിൽപ്പെട്ട ആളാണ് ശ്രീമാൻ ബാലുശ്ശേരി മൗലവി. ഇയാളും പറയുന്നുണ്ട് ഈ പ്രസ്ഥാനത്തിന് ഉണ്ടാക്കിയാൽ എന്തിനാണ്? മുജാഹിദ് സ്ഥാപനം തുടങ്ങണ എന്തിനാണ്? അത് മുസ്ലിമാണെന്ന് പറയുന്ന ആൾക്കാർ മുസ്ലിമാക്കാൻ വേണ്ടിയാണ്. മുസ്ലിങ്ങളെയല്ല, മുസ്ലിങ്ങളെ കൂട്ടത്തിൽപ്പെട്ടവരെ തൗഹീദ് കൊണ്ടുവരാനാണ്. അതാ മൂപ്പർ എന്നാണ് പറഞ്ഞു. നോക്കണങ്ങള്
എന്തിനാണ് മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ ഒരു സ്ഥാപനം ഉണ്ടാക്കിയത്? നിങ്ങൾ ചിന്തിക്കണം. ഇവിടുത്തെ കുറെ ആൾക്കാരെ മുസ്ലിമാക്കാൻ. ആരെ മുസ്ലിമാക്കാൻ? മുസ്ലിം ആണെന്ന് പറഞ്ഞു നടക്കുന്നവരെ മുസ്ലിമാക്കാൻ. ആരെ മുസ്ലിമാക്കാൻ? മുസ്ലിം ആണെന്ന് പറഞ്ഞു നടക്കുന്നവരെ മുസ്ലിമാക്കാൻ. നിങ്ങൾ സത്യം മുപ്പരോഗ സത്യം. ആ സത്യം ഞാൻ പൊളിക്കും ബേജാറാവണ്ട. ഒരു പറയുന്നത് മുസ്ലിമാണെന്ന് പറഞ്ഞ് നടക്കുന്നവർ മുസ്ലിമാക്കാൻ. അപ്പൊ ഇപ്പൊ ആരല്ല? മുസ്ലിങ്ങളല്ല. മുജാഹിദ് പ്രസ്ഥാനം തുടങ്ങുമ്പോൾ മുസ്ലിങ്ങളല്ല ഉള്ളത്, മുസ്ലിമാണെന്ന് പറയുന്ന ആളുകളാണ്. അതുകൊണ്ട് അവർ ഒറിജിനൽ മുസ്ലിങ്ങളാക്കണം. അതായത് കൺവേർട്ട് നടത്തി മാർക്കത്ത് കൂട്ടണോന്നർത്ഥം. അതിനു വേണ്ടിയിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത് എന്ന് ഓപ്പണായി തന്നെ മുജാഹിദ് ബാലുശ്ശേരി പറയാണ്. അങ്ങനെ പറഞ്ഞതോടുകൂടെ പിന്നെ കഴിഞ്ഞില്ലേ, തുടക്കം തന്നെ തകരാറായി പോയാൽ. പക്ഷെ ആ പേര് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ മുജാഹിദ് പ്രസ്ഥാനം ലാസ്റ്റ് എവിടെ എത്തിയറിയങ്ങള്? തുടക്കത്തെ തൗഹീദ് തന്നെ വികലാക്കി മാറ്റി. അല്ല വേണ്ടാന്ന് അങ്ങോട്ട് പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞത്, തുപ്പിയിട്ട് തുടക്കുക. തുപ്പലാതെ ഉണ്ടാക്കുക, എന്നിട്ട് തുടക്കുക, എന്നിട്ട് പോക്കറ്റത്തെ കാശും കൊണ്ടുപോയി തൗഹീദ് നന്നാക്കാൻ വേണ്ടി വന്നു. ഇപ്പൊ ലാസ്റ്റ് എവിടെ എത്തിയറിയങ്ങള്? ജനിച്ചു വീഴുന്ന സമയത്ത് ഒരു മുസ്ലിം കുട്ടിയുടെ ചെവിയില് ബാങ്ക് വിളിക്കണം എന്നുള്ളത് മുസ്ലിം ലോകത്ത് തറക്കല്ല എന്ന് മാത്രമല്ല, ആ മുസ്ലിങ്ങളായ നഴ്സുമാരടക്കം സംഗതി കൊണ്ടൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിലും ഹോസ്പിറ്റലിന് ചിലപ്പം സീതയായിരിക്കാം പേര്, അല്ലെങ്കിൽ ജലജയാകാം, മനോരമയാകാം, അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലുമൊക്കെ ചിലപ്പോ കൊച്ചുനാരായണിയാകാം. ഏത് ലേഡി ഡോക്ടർ, ഈ ഗൈനക്കോളജിസ്റ്റ്. പക്ഷേ പ്രസവ റൂമിന്റെ പുറത്ത് കാത്തു നിൽക്കുന്നവരിലേക്ക് നിങ്ങൾക്ക് എന്തോ ബാങ്ക് കൊടുക്കാനില്ലേ എന്ന് പറഞ്ഞ് അമുസ്ലിങ്ങളടക്കം കൊണ്ടുവന്നു തരും. ഇവിടുത്തെ അമുസ്ലിങ്ങൾക്കറിയാം മുസ്ലിങ്ങൾക്ക് ജനിക്കുന്ന സമയത്ത് ആചാരമുണ്ട്. ഇത് തൗഹീദാണ്. ജനിക്കുന്ന കുട്ടിയുടെ ചെവിയിലേക്കാണ് അല്ലാഹു അക്ബർ അമരധ്വനി കുത്തിവെക്കുന്നത്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് കാലിട്ടപ്പിലേക്ക് കൊടുക്കുന്നത്. അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് ഊട്ടി ഉറപ്പിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ കുട്ടിയെ മെമ്പറാക്കി മാറ്റുന്നത്. ഇവിടെ ഇസ്ലാമിന്റെ ശത്രുക്കൾ എഴുതി കൊടുത്ത ഹിഡൻ അജണ്ട തൗഹീദിൽ നിന്ന് ജനിക്കുന്ന കുട്ടിയെ തന്നെ തടയണം. നടപ്പിലാക്കി സാക്ഷാൽ സക്കരിയ സ്വലൈ. അയാൾ KNM-ൽ ഉണ്ടാകുന്ന സമയം ഇപ്പൊ ഞാൻ പുറത്തായല്ലോ, ഇപ്പൊ എനിക്ക് ധൈര്യമായിട്ട് പറയാ, സഹിച്ചു 6 മാസം, ഒരു കൊല്ലം സഹിച്ച് ഇനി ഞാൻ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ആര് നഷ്ടപ്പെട്ട ഡാഷനെ പോലെ അങ്ങനെ കറങ്ങുക, എവിടെയാന്നുള്ളത് എല്ലാ ജില്ലയിലും കറങ്ങും എന്നുള്ളതാണ്. പക്ഷെ KNM-ൽ നിൽക്കുന്ന സമയത്ത് അയാൾ നടത്തിയ ഒരു പരിപാടി, ആ പരിപാടിയുടെ ചോദ്യോത്തരത്തിൽ അദ്ദേഹം കടന്നു പിടിക്കുന്നത് ഈ ബാങ്കിലാണ്. അന്ന് കേട്ടോളും ചോദിച്ചിട്ടുള്ളത്, പ്രസവത്തോടനുബന്ധിച്ച് കുട്ടിയുടെ ചെവിയിൽ ബാങ്കും ഇഖാമത്തും വിളിക്കുന്നത് സുന്നത്താണോ? അബ്ദുസത്താർ ഖത്തീഫ്. യഥാർത്ഥത്തിൽ ഹദീസ് ഉണ്ടായിരുന്നു, ആ ഹദീസുകളൊക്കെ ദുർബലാണ്. അതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ടുള്ള ആളുകൾ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഹദീസുകൾ പലതും കണ്ടതുകൊണ്ട് സഹിഹാണെന്ന് വിചാരിച്ചിട്ട് പല ഫുഖഹാക്കളും അത് സുന്നത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാഹി പ്രസ്ഥാനം ആദ്യകാലത്ത് ബാങ്ക് ഉണ്ട്, സുന്നത്ത് ഇഖാമത്തില്ലാന്ന് നമ്മളൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെയാ പറഞ്ഞത്. പക്ഷേ ബാങ്കും യഥാർത്ഥത്തിൽ ആ ഹദീസിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ബാങ്കിനും വേറെ പ്രത്യേക ഹദീസൊന്നുമില്ല, ഹദീസുകളെല്ലാം ദുർബലമാണെന്ന് ആധുനിക ഹദീസ് പണ്ഡിതന്മാർ തലക്ഷ്യം തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു സുന്നത്തില്ല. കഴിഞ്ഞ് പറ്റപ്പോയി. അത് നിങ്ങൾ പണ്ട് ഈ ബാങ്ക് വേണമെന്നാണ് പറഞ്ഞ് നിക്കാമത്തില്ലാന്നാണ് നമ്മളൊക്കെ ചെറുപ്പത്തിൽ സൈബസ്ഥാൻ പറഞ്ഞു. അതിന് മുമ്പ് ബാങ്കും നിക്കാമത്തും ഉണ്ട്. നമ്മൾ ചെറുപ്പത്തിലെത്തിയപ്പോഴേക്കും മുജാഹിദ് എന്ത് ചെയ്തു? കുറച്ചൊക്കെ ഒന്നായിട്ട് ബാങ്ക് ഉണ്ട്, ഇക്കാമത്ത് വേണ്ട. ഇപ്പൊ ആധുനിക സലഫി പണ്ഡിതന്മാർ സലക്ഷ്യം തെളിയിച്ചു എന്ന് പറഞ്ഞാല് മുജാഹിദിന്റെ മൗലിമാർ തെളിയിച്ചു എന്നാണ്. ഇപ്പൊ അൽബാനിയിലൊക്കെ പറഞ്ഞ കുറച്ച് മൗലിമാരാ. ഈ മൗലിമാര് തെളിയിച്ചു ബാങ്കും വേണ്ട. എന്താ ബാങ്ക് വേണ്ടാനൊക്കെ എന്താ തീരുമാനം? അത് മൗലിമാരെ തീരുമാനമാണ്. അങ്ങനെയാണല്ലോ പാതിരി പറഞ്ഞ നസറാനിക്ക് മതം. അങ്ങനെയാണ് വലിയ മൗലവി പറഞ്ഞാൽ കുഞ്ഞാടുകൾക്ക് അതാണ് തൗഹീദ്. അത് ഇൻഷാ അല്ലാഹ് ഞെട്ടിരും. സക്കീറിന്റെ കളിപ്പ് ഞെട്ടരാം, അതുപോലെ തന്നെ ബാലുശ്ശേരി കളിപ്പൊക്കെ ഞെട്ടരാം. ഇവര് വിചാരിച്ചൊക്കെ ഇവരിങ്ങനെ ഇപ്പൊ ഇങ്ങനെ ഇറക്കിയിട്ട് കൊണ്ടുവരിക. വലിയ വലിയ മൗലവിമാര് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് അപ്പുറത്തേക്ക് തത്തമ്മേ പൂച്ച 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 പൂച്ച. അതെപ്പോഴാ പറയേണ്ടത്? അതിങ്ങനെ പഴം പാലും കൊടുക്കുമ്പോ അഥവാ പൂച്ച വന്ന് കഴിച്ചാൽ കേക്ക് അവിടെ പൂച്ച പൂച്ച പറയില്ല. അതെ, അത് പറയേണ്ട സ്ഥലത്തേക്ക് അറിയില്ല. അതങ്ങനെ ചൊല്ലി പഠിപ്പിച്ചു
വെച്ചതാണ്. അതാണ് സത്യത്തിൽ മുജാഹിദിന്റെ ജമാഅത്തിന്റെ തൗഹീദ് പൊളിയാനും കാരണം. അപ്പൊ ഇവിടെ ഈ കുട്ടിയുടെ ചെവിയിൽ വിളിക്കുന്ന ബാങ്ക് അതടക്കം നിഷ്കാസനം ചെയ്തു ആര്? മുജാഹിദ് പ്രസ്ഥാനം. അതോടുകൂടെ ഇപ്പൊ കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോ മുജാഹിദിയൊക്കെ ചെയ്യാനില്ല എന്നാണ്. കാരണം ജനിക്കുന്ന മുമ്പേ മരിച്ചോടത്തുള്ളവർക്കും കൊണ്ടുപോകുമ്പോഴുള്ള ദിക്കറും തർക്കീം തസ്ബീത്തും കൂട്ടുവാർത്തനും കുനൂത്ത് എല്ലാം എതിർത്തല്ലോ മുമ്പേ. പിന്നെ ബാക്കി ഉണ്ടായിരുന്നപ്പോ ജനിക്കുന്ന കുട്ടിക്ക് വാങ്ങി കൊടുക്കല ഹലാ അതും തീർത്തില്ലേ. ഇനി പണി കഴിഞ്ഞു അപ്പൊ തമ്മ തല്ലൂടെ. അതിപ്പോ വാരകൃപ്പ് തന്നെ പറയുന്നുണ്ട്, ഏതൊരു പ്രസ്ഥാനം ഉഴന്നിങ്ങനെ വളർച്ചയിലെത്തി പൂർണ്ണ വളർച്ചയെത്തിയാൽ പിന്നെ തകർച്ചയ്ക്കാണ്. അത് ഇവരെന്നെ അറിയാതെ പറയുന്നുണ്ട്. വളരെ സത്യം. ചില സമയത്ത് അറിയാതെ സത്യം പറഞ്ഞു. ആയത്തുൽ കുർസിന്റെ ഫൈദ മറ്റേ ചങ്ങായി പറഞ്ഞ മാതിരി അങ്ങനെ ചില സമയത്ത് സത്യം പറഞ്ഞു പോകല. അതൊക്കെ സമയ സന്ദർഭം പോലെ ആ കിട്ടുകളൊക്കെ ഇട്ടുതരാം. ഏതായിരുന്നാലും ബാങ്ക് വിളിക്കുന്നതടക്കം തൗഹീദിൻ തത്വത്തിൽ നിന്ന് വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ച ഇവർ പിന്നെ കടന്നു പിടിച്ചത് അല്ലാഹു തആല മഹാന്മാർക്ക് കൊടുക്കുന്ന കഴിവ്. ആ കഴിവ് അവർക്ക് അല്ലാഹു തആല നൽകുന്നത് കൊണ്ട് അത് ഉപയോഗപ്പെടുത്തിയവർ സഹായിക്കുമെന്ന വിശ്വാസത്തോടുകൂടെ അവരോട് നടത്തുന്ന സഹായാർത്ഥനയും അവരിലുള്ള പരിഗണനയും. ഇത് ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമായി തന്റെ ജീവിതത്തിൽ അംഗീകരിച്ചതും ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ മാതൃക കാണിച്ചതുമാണ്. പരിശുദ്ധ ഖുർആനിൽ തന്നെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബിൽക്കീസിന്റെ കൊട്ടാരം കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോ ഇഫ്രീത്ത് എന്ന് പറഞ്ഞ ജിന്നുകളെ കൂട്ടത്തിലെ സൂപ്പർ ഫാസ്റ്റ് സ്പീഡുള്ള ജിന്നാണ്. ജിന്നുകളിന് ലോക്കലല്ല, ലിമിറ്റഡ് സ്റ്റോപ്പ് അല്ല, സൂപ്പർ ഫാസ്റ്റ്. ആ ഇഫ്രീത്ത് പറഞ്ഞു ഞാൻ 5-6 മണിക്കൂർ കൊണ്ടുവരാം. സുലൈമാൻ നബി പറഞ്ഞു അതിന്റെ മുമ്പ് കിട്ടണോ. ഇതിപ്പോ ഒരു മനുഷ്യ കഴിവിന് കൂട്ടിയാലും സൃഷ്ടി കഴിവിന് കൂട്ടിയാലും ജിന്ന് കഴിവിന് കൂട്ടിയാലും എങ്ങനെ കൂട്ടിയാലും ആ കഴിവ് എവിടെയുള്ളത് നോക്കുക. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി പറഞ്ഞു അതിന് മുമ്പ് വേണം. വഖാലല്ലദീ ഇൻദഹു ഇൽമുൻ മിനൽ കിതാബ്. അപ്പോഴാണ് വലിയായ ആസഫ് ഇബ്നു ബർഖിയ റളിയല്ലാഹു അൻഹു ഇദ്ദേഹമാണ് എന്ന് എഴുതി വെച്ചത് ആരാണ്? സാക്ഷാൽ കെ മൗലവി അൽ വിലായത്തുൽ കറമ എന്ന ഗ്രന്ഥം. അതിവരെ തന്നെ അംഗീകരിച്ച ഗ്രന്ഥ പഴയ കാലം അറബി മലയാളത്തിലാണെങ്കിലും അതിൽ തുറന്നു പറഞ്ഞു ഈ ബിൽക്കീസിന്റെ കോട്ട കൊണ്ടുവന്ന ആൾ ആസഫ് ഇബ്നു ബർഖിയ. ഈ ഗ്രന്ഥം വായിക്കാത്ത പുതിയ മൗലവിമാര് പറഞ്ഞിരുന്നു അത് സുലൈമാൻ പിന്നെയാണ്, അത് മക്കിയാണ്, അങ്ങനെയൊക്കെ പറയേ. ആസഫ് ഇബ്നു ബർഖിയ കൊണ്ടുവരാം എന്ന് പറഞ്ഞു. ഐ വിൽ ട്രൈ, ഞാൻ ശ്രമിച്ചു നോക്കാം എന്നല്ല, ഞാൻ കൊണ്ടുവരാമെന്ന് കട്ടൻട്രിയായിട്ട് പറഞ്ഞു. സുലൈമാൻ നബി അംഗീകരിച്ചു. കണ്ണ് ചിന്തിച്ചോർന്നപ്പോഴേക്ക് സാധനം മുമ്പിൽ ഹാദാമിൻ ഫദ്ലി റബ്ബി. നിങ്ങൾ ഈ കഥ ഖുർആൻ അല്ലാഹു എടുത്തു ഉദ്ധരിച്ചു. ഇനി മനുഷ്യ കഴിവിന്റെ പരിധിപ്പെട്ട് പെടാത്തത് അതീതം അങ്ങനെയൊന്നും പറയണ്ട. എന്ത് തരീഫ് മഹാന്മാർ പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് എന്തു പറഞ്ഞാലും അവിടെ പോയി ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ 2-3 സാമ്പിൾ ഞാൻ പറയാം. ബഹുമാനപ്പെട്ട ആ വിഷയത്തിൽ പുസ്തകം തന്നെ എഴുതിയിരിക്കണം. മുജാഹിദീങ്ങളുടെ മാറുന്ന തൗഹീദ്, വികലമാക്കപ്പെട്ട തൗഹീദ്, മാറിക്കൊടുക്ക തൗഹീദിനെ കുറിച്ച് വിശദമായിട്ട് വരാം. ഞാൻ സാമ്പിളിന് സാധാരണക്കാർക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ എവിടെ ഇപ്പൊ ഈ തൗഹീദിന് കുഴപ്പമെന്ന് ചിന്തിക്കുന്ന മുജാഹിദിൽ പെട്ട ജമാഅത്തിലൊക്കെ പെട്ട കുറച്ച് ആൾക്കാർ കേൾക്കുന്നുണ്ടാവും പ്രസംഗം. ഇനി ഇപ്പൊ കേൾക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സീഡെങ്കിലും കേൾക്കാൻ സാധ്യത ഉണ്ട്. അത് വെച്ചിട്ട് ഞാൻ പറയാം, ഇത് അത്തൗഹീദുൽ മുസ്തഖീം. നമ്മുടെ തൗഹീദാണ് അത്തൗഹീദ് മുസ്തഖീം. ഇത് എം.കെ. അലി അക്ബർ മൗലവി ആമയൂര്, അബ്ദുൽ സലാം നബി ഇടപെട രണ്ടാളും കൂടി എഴുതിയതാണ്. ഈ പുസ്തകത്തിൽ തൗഹീദ് ശിർക്ക് പറയുന്ന കൂട്ടത്തിൽ ശരിക്കും പറയുന്നുണ്ട് ശിർക്ക് എന്നാൽ ഉലൂഹിയ്യത്തിൽ പങ്കുകാരെ സ്ഥാപിക്കലാണ്. മജൂസികളെ പോലെ അസ്തിത്വം നിർബന്ധമാണെന്ന ആശയത്തിലോ അല്ലെങ്കിൽ വിഗ്രഹാരാധകന്മാരെ പോലെ ഇബാദത്തിന് അവകാശപ്പെട്ടതാണെന്ന നിലക്കോ ശറഹുൽ ഇസ്ബാത്ത് ശരീക്ക് ബിൽ ഉലൂഹിയ്യത്തി ബിമാന ഉജൂബുൽ വജൂദി ഔ മാനസിക ഇബാദ. ബഹുമാനപ്പെട്ട സാദുദ്ദീൻ തബ്താനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ആ ഡെഫിനിഷൻ അതെടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് തൗഹീദ് മുസ്തഖീം പറയുകയാണ്. പക്ഷേ സാക്ഷാൽ കെ.പി. മുഹമ്മദ് ബിൻ അഹ്മദ് മൗലവി അദ്ദേഹം എഴുതിയ ഇസ്തിഗാസ എന്ന് പറഞ്ഞ പുസ്തകം നോക്കണേ, തൗഹീദാണ്. മറ്റുള്ളതുപോലെയല്ല, അടിസ്ഥാനം തൗഹീദാണ്. അത് പോയാൽ ഒട്ടാകെ പോകും. ആ തൗഹീദും ശിർക്കും പിഴച്ചാൽ മൊത്തത്തിൽ പിഴക്കും. ഇതിങ്ങനെ വിശദീകരിച്ച കൂട്ടത്തിൽ
പറഞ്ഞതെന്താണ് നിങ്ങൾ? സുബ്ഹാനല്ലാഹ്, ഇവിടെ തൗഹീദ് വിശദീകരിച്ചപ്പോഴേക്ക് അല്പം കൂടെ മാറ്റം പോലും, ലേശം മാറ്റം. എന്താ മാറ്റം കേട്ടോളൂ നിങ്ങൾ. അദൃശ്യമായ മാർഗത്തിലൂടെയുള്ള സഹായത്തിന് അല്ലാഹു അല്ലാത്തവരോട് ആവശ്യപ്പെടുന്നത് ബഹുദാവാരാധനയിൽ അഥവാ ശിർക്കിൽപ്പെട്ടതായി തീരും. അപ്പൊ അദൃശ്യ മാർഗത്തിലുള്ള സഹായാർത്ഥന അതാണ് ശിർക്ക് എന്നാണ്. അപ്പൊ ദൃശ്യമായത് ശിർക്കില്ല, അദൃശ്യമായത് ശിർക്കാണ്. അപ്പൊ ആ താരീഖ് പ്രകാരം ജിന്ന് അദൃശ്യമാണ്, മലക്ക് അദൃശ്യമാണ്. അപ്പൊ ജിന്നുകളെ സഹായിക്കണേ, മലക്കുകളെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ ശിർക്ക് ഹോഗയാ, അതങ്ങനെയായി പോകും, തീർന്നില്ല. ഇനി പെറുക്കെ കുഞ്ഞിതും അതിന്റെ വാർബുക്കാണ്. ഇതിന്റെ പേര് അള്ളാഹ്, ഇതൊക്കെ വിശദീകരിക്കേണ്ടതാണ്. പക്ഷെ ക്ലിപ്പ് കുറെ ഇടാനുള്ളത് കൊണ്ട് സമയം വളരെ ചുരുക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇമ്പോർട്ടന്റ് മാത്രം വായിക്കാം. കെ കുഞ്ഞീദ് മദനിയുടെ അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞ ബുക്ക്. മുജാഹിദിന്റെ ഔലിയാക്കളല്ല, അള്ളാന്റെ ഔലിയാക്കളാണ്. ഈ അള്ളാന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞ പുസ്തകത്തിലേക്ക് ഇങ്ങനെ എത്തിയപ്പോ മൂപ്പര് പറയാ കേട്ടോളൂ, എന്നാൽ മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ, മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ ജീവിച്ചിരിക്കുന്നവരോടോ മരിച്ചവരോടോ സഹായാർത്ഥന നടത്തുന്നത് ശിർക്കാണ്, ബഹുദൈവാരാധനയാണ്. അപ്പൊ മനുഷ്യ കഴിവിന്റെ അപ്പുറത്തുള്ളതൊന്നും ചോദിക്കാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് അപ്പൊ ആനനെ പിടിച്ച് മരം വലിച്ചാൻ പറ്റുമോ? അത് ഞാൻ ചോദിക്കാൻ, ഞാനല്ല സെക്രട്ടറിയായി ചോദിക്കുന്നുണ്ട്. അത് മനുഷ്യൻ പിടിച്ചിട്ട് പൊന്താത്ത മരല്ലേ, ആനെ കൊണ്ട് പിടിപ്പിക്കണേ അല്ലേ? JCB കൊണ്ട് കൊന്നു നിരത്താൻ പറ്റുമോ? ആ ട്രെയിന് കൊണ്ടിട്ട് മറിഞ്ഞ ബസ് നോക്കാൻ പറ്റുമോ? ബജാറാവേണ്ട ക്ലിപ്പ് കൊണ്ട് ഇൻഷാ അല്ലാഹ് കേൾപ്പിച്ചു തരാം. ഏതായിരുന്നാലും മനുഷ്യ കഴിവിന് അതീതമായ കാര്യം, ഈ കാര്യങ്ങൾ ചോദിക്കലാണ് ശിർക്ക്. ഇത് 3 മൗലവിമാര് പറഞ്ഞപ്പോ. ഇനി മറ്റൊന്ന് കണ്ടോളൂ നിങ്ങൾ. ദൈവവിശ്വാസം ഖുർആനിൽ എന്ന് പറഞ്ഞ കേവലം പുറത്തിറക്കുന്ന ബുക്ക്. ആ പുസ്തകത്തെ പറഞ്ഞത് അഭൗതികമായ മാർഗത്തിൽ ഒരു നന്മ ലഭിക്കുന്നതിന് വേണ്ടിയോ ഒരു തിന്മ തടയുന്നതിന് വേണ്ടിയോ ഉള്ള മനസ്സിന്റെ തേട്ടം, അതാണ് തൗഹീദ്, അതാണ് ശിർക്ക്. അഭൗതിക മാർഗം. അപ്പോ ഒരു മുടി വെള്ളത്തിൽ മുക്കി, റസൂലുള്ളാഹിയുടെ ഒറിജിനൽ മുടി തന്നെ ആ വെള്ളത്തിൽ മുക്കിയിട്ട് അത് വേറെ വായിക്കുന്നുണ്ട്. ആ വെള്ളം കുടിച്ചാൽ രോഗം മാറും. അത് ഭൗതികമാണോ അഭൗതികമാണോ? അത് അഭൗതികം തന്നെയാണ്. എങ്കിൽ അത് ശിർക്കാണ്, എങ്കിൽ അത് ശിർക്കാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ പിന്നെ ഒറിജിനൽ വിയർപ്പ്, ആ വിയർപ്പ് അത് ഉപയോഗപ്പെടുത്തി രോഗശമനത്തിന് ഉപയോഗപ്പെടുത്തിയാൽ ഭൗതികമോ അഭൗതികമോ? അഭൗതികമാണ്. ഇനി ഇതിൽ പറയുന്നത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമേ, അതും അതിനപ്പുറത്ത് തന്നെയാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ റസൂലുള്ളാഹി തങ്ങളുടെ ആസാറുകൾ ഉപയോഗപ്പെടുത്തി, ഉദാഹരണത്തിന് അസ്മാബി പറയാൻ, റസൂലുള്ളാഹി തങ്ങളുടെ ജുബ്ബ കൊല്ലങ്ങൾക്ക് ശേഷം അത് മുക്കിയ വെള്ളം കുടിച്ച് രോഗം സുഖപ്പെടുത്തിയിരുന്നു. ഇത് ഭൗതികമോ അഭൗതികമോ? അഭൗതികം. എങ്കിൽ അത് ശിർക്കാണ്. ഒന്ന് കൂടെ ഞാൻ വായിക്കട്ടെ, ക്ഷമിക്കണം. ഇത് ഉമർ മൗലവി എഴുതിയ ഫാത്തിഹയുടെ തീരത്ത്. ഇപ്പൊ താരിഫ് 4 5-ാമത്തെ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അർപ്പിക്കുന്നു എന്ന വാക്യം മനുഷ്യ ശക്തിക്ക് അപ്പുറത്തുള്ള കാര്യങ്ങളിൽ ദൈവത്തോടല്ലാതെ മറ്റൊരാളോടും നാം സഹായത്തെ അഭ്യർത്ഥിക്കരുത് എന്ന് പഠിപ്പിക്കുന്നു. അവൻ മനുഷ്യ കഴിവിന് അപ്പുറത്ത് ഒരു സാധനത്തിനോടും മലക്കെ രക്ഷിക്കണേ, ജിന്നെ സഹായിക്കണേ അങ്ങനെ പറയാൻ പാടില്ല. പറഞ്ഞാൽ ശിർക്കാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. ഇതാണിപ്പോ മുജാഹിദ് ഈ കാലം വരെ പഠിപ്പിച്ചത്. പക്ഷെ അതിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളും വകഭേദങ്ങളുമുണ്ട് എന്നതാണ് സത്യം. എന്നാൽ ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടി വന്ന അചഞ്ചലമായ തൗഹീദിന്റെ ശരിക്കും അതിന്റെ സമ്പൂർത്തീകരിച്ച നേതാവ് റസൂലുള്ളാഹി തങ്ങളോട് വന്നിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയേ, കേൾക്കുന്ന ഹദീസ് മുഴുവനും മറന്നു പോകുന്നു, പരിഹാരം താ നബിയേ.
എടോ വയറുവേദനക്ക് പാൽക്കായം കൊടുക്കാം, കാല് കടച്ചിൽ ഒരു പക്ഷേ കുഴമ്പ് തേക്കാം, കണ്ണ് കടച്ചിൽ നീർ കുഴമ്പ് ചികിത്സയാക്കി പറയാം. മറവിക്കുള്ള മരുന്നല്ലേ ചോദിക്കുന്നത്, ബ്രഹ്മിവാലി കുടിച്ചോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇനി 4 താരീഖും വെച്ച് ജിന്നു മുജാഹിദിനോടും ഇപ്പൗട്ട് ജിന്നു മുജാഹിദിനോടും മടവൂരികളോടും ദക്കരിയാക്കളോടും പറപ്പൂരാക്കളോടും അതേപോലെ കേന്ദ്രമാക്കളോടും സലാസുല്ലമി പാർട്ടിയോടും ചെറിയ മുണ്ടൻ ടീമിനോടും എല്ലാവരോടും വിനയത്തോടും ഞാൻ ചോദിക്കട്ടെ, ഈ ചെയ്തത് ഭൗതികമോ അഭൗതികമോ? ഈ ചെയ്ത് മനുഷ്യ കഴിവിന് അതീതമോ അധീനമോ? ഈ ചെയ്തത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമോ അധീനമോ? ഈ ചെയ്തത് മറഞ്ഞ കാര്യത്തിലൂടെ ഗുണം കിട്ടുമെന്നാശിച്ചുകൊണ്ടോ വിഷമം നീങ്ങുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടോ ചെയ്തത് കാന്തവരം ഉസ്താദല്ലല്ലോ, പൊന്മള ഉസ്താദല്ലല്ലോ, ഖലീഫങ്ങൾ പാപ്പയല്ലല്ലോ, ചെയ്തത് അബൂ ഹുറൈറയല്ലേ, ചെയ്തു കൊടുത്തത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ. ഇത് ഒരു ഉദാഹരണം. ഇനി സലമത്തുള്ളവന് കാലിന് വെട്ട് കിട്ടിയപ്പം നബിയെ ആളുകളൊക്കെ ഉസീബ സലമ, സലമത്തിന്റെ കാര്യം വെരി ഡേഞ്ചറാണ്. പക്ഷെ റസൂലുള്ളാഹിന്റെ അടുത്ത് കോടി വന്നു, മെഡിക്കൽ കോളേജിക്കല്ല വന്നു. റസൂൽ എന്തേ ചെയ്തത്? അപ്പത്തുമ്പെടുത്ത് പഠിച്ചു വെച്ചു കൊടുത്തേക്കല്ല, ചായപ്പടി മജാനും തേച്ചു കൊടുത്തേക്കല്ല, മാറാനെടുത്ത് കൊച്ചി കൊടുത്തേക്കല്ല, ടീച്ചറെടുത്ത് പാരല്ല, ബ്രേക്ക് ഓയിൽ ഒഴിച്ചേക്കല്ല. പിന്നെ എന്താ ചെയ്തത്? റസൂലുള്ളാഹി മൂന്നൂത്ത് റസൂലിനെ ഓതിയപ്പോൾ സലമത്തിന്റെ കാല് സുഖപ്പെട്ടു പോയി. ഇതുവരെ കുഴപ്പം ഇല്ല. ഭൗതികമോ അഭൗതികമോ, മറഞ്ഞതോ തെളിഞ്ഞതോ, മനുഷ്യന് അതീതമോ അധീനമോ, കാര്യകാരണ ബന്ധങ്ങൾ അതീതമോ അധീനമോ? ഇത് ഞാൻ ഈ തൗഹീദിൽ കിടന്ന് കളിക്കുന്ന ആളുകൾക്ക് അവരെ മനസ്സിൽ ഇന്ന് ഇപ്പൊ പ്രസംഗം കേൾക്കുക, ഇപ്പൊ സാവധാനം കേൾക്കുക. അങ്ങനെ കേട്ട് രാത്രി ചെന്ന് ഇങ്ങനെ കടക്കുമ്പോ ഏതായാലും ഇപ്പൊ ചൂടുമ്പോഴേക്കാണല്ലോ ഒഴിഞ്ഞത് ഇങ്ങനെ ആലോചിക്കുക, ശരിയല്ല ഇപ്പൊ മൗലിയമാര് പറഞ്ഞ നമ്മളെ മൗലിയമാരെ നിങ്ങൾ ആലോചിച്ചോളി. എന്നിട്ട് ഇൻഷാ അല്ലാഹ് അതിന് മാത്രം നിർത്തണ്ട, പിന്നെ അങ്ങനെ അന്വേഷിക്കുക എവിടെയൊക്കെ പരിപാടിയുള്ളത്. അപ്പൊ നാളെ 2 പോയാൽ നൗഷാദാസിന്റെ പരിപാടി കാണാം, എരുമ്പുളിയും കൂട്ടിയിട്ട് അത് വന്നാണ് കേൾക്കുക. അങ്ങനെ തുടങ്ങി നമ്മളെ ഈ ക്യാമ്പയിൻ ഇങ്ങനെ കഴിയുമ്പോഴേക്ക് ഇൻഷാ അല്ലാഹ് ഒരു 3 നേരം വെച്ച് ഗുളിക കുടിച്ചാൽ ക്യാമ്പയിൻ കഴിയുമ്പോഴേക്ക് രോഗം ഉറപ്പാണ് തൂപ്പിക്കേറ്റി. കാരണം കാര്യങ്ങള് ഇന്ന് ഈ തൗഹീദിന്റെ പേര് പറഞ്ഞ് ഇസ്ലാമിന്റെ പുറത്ത് നിങ്ങൾ നിർത്തുന്ന ആളുകൾ അള്ളാന്റെ റസൂലിൽ പെടും. ഈ പ്രവർത്തനം ചെയ്ത ബഹുമാനപ്പെട്ട സ്വഹാബത്ത് പെടും. ഇതൊക്കെ റസൂലുള്ളാഹിന്റെ ജീവിതകാലത്താണെന്ന് അപ്പൊ നിങ്ങൾ പറയണ്ടാവുക. റസൂലുള്ളാഹി വഫാത്തായിലെ കൊല്ലങ്ങൾക്ക് ശേഷം ബഹുമാനപ്പെട്ട മുത്തബി ഉസ്മാൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ കോളേജിൽ പഠിച്ച ആളാണ്, വേറെ റസൂലൊന്നും അല്ല. ആ മുത്തബി ഉസ്മാൻ ഇബ്നു ഉമറിന് കാലിന് അസുഖം വന്നപ്പോ എന്തേ സൊല്യൂഷൻ അല്ലെങ്കിൽ എന്തേ ട്രീറ്റ്മെന്റ് കാണിച്ചത്? യാ മുഹമ്മദ്. ഒരുപാട് ഉദാഹരണം എല്ലാം പറയാൻ പറ്റില്ല, അത് വിശദമായിട്ട് കേൾക്കണം എന്നുള്ളവർക്ക് വിനീതന ഞാൻ തന്നെ 4 ദിവസം എടുത്ത് പിന്നെ പൂക്കോട്ടൂർ മുന്തിത്തൊടുകയിൽ കുറച്ച് 2 മുമ്പ് 4 ദിവസം എടുത്ത് ആദർശം മാത്രം പറഞ്ഞ 2 DVD 4 ദിവസത്തെ പരിപാടി 100 റുപ്യ കൊടുത്താൽ നിങ്ങൾക്ക് അത് കൊണ്ടിട്ട് ഒഴിഞ്ഞിരുന്നിട്ട് കേൾക്കാം. ക്ലിപ്പിംഗ് സഹിതം വേണ്ടവർക്ക് വേണമെങ്കിൽ സദസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം. ഇപ്പൊ ഏതായിരുന്നാലും ബഹുമാനപ്പെട്ട മുസ്തബി ഉസ്മാൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കാലിന് അസുഖം വന്നപ്പം യാ മുഹമ്മദ്, നമ്മുടെ നാടന്മാർക്ക് വേണ്ടി ഞാൻ പറയാ, നമ്മൾ പോകാൻ പോകും തങ്ങള് തങ്ങള് എന്നൊക്കെ സാധാരണ വിളിക്കണം. ചിലത് ഷേഖ് എന്നും പറയും, മുത്തുനബിയെ എന്നും പറയും. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു മുശാവറയിലെ മെമ്പർ അല്ലാന്ന് ഉറപ്പല്ലേ, മർക്കസത്തെ ഉസ്താദും അല്ലല്ലോ, ഉറപ്പന്നെയല്ലേ. ഈ ഇബ്നു ഉമർ റളിയല്ലാഹു തആല കാല് പോച്ചിയപ്പം യാ മുഹമ്മദ് അതുണ്ട് ഹദീസ് വിശദീകരിക്കുന്ന പണ്ഡിതന്മാര് പറഞ്ഞ പോലെ തിരിച്ചല്ല. ഇല്ലയോ, ഈ നടത്തിയ ഇസ്തിഹാസയിലൂടെ ഇബ്നു ഉമർ പഠിപ്പിച്ചത് എന്താണ്? റസൂലുള്ളാഹിനോടുള്ള പ്രകടമായ മഹബത്താണ്.
അപ്പൊ വഫാത്തായ റസൂലുള്ളാഹി തങ്ങളെ വിളിച്ചുകൊണ്ട് സഹായാർത്ഥന നടത്തുന്ന സ്വഹാബത്ത് ചെയ്തതാണ്. ഇനി താബികൾ വന്നാൽ അബൂ ഹനീഫ ഇമാം റസൂലുള്ളാഹിനെ വിളിച്ച് യാ സയ്യിദ് സലാത്ത് ചൊല്ലിയിട്ടുണ്ട്. ഇമാം നബി റഹ്മത്തുള്ളാഹി അംഗീകരിച്ചിട്ടുണ്ട്. എന്തിനേറെ ബഹുമാനപ്പെട്ട ഉമർ ഖാലി റളിയല്ലാഹു തആല അൻഹു യാ അക്റമൽ ഖുറമാ അലാ അൽതാബിക്കും നേർക്കുനേരെ റസൂലുള്ളാഹിനെ വിളിച്ചുകൊണ്ട് ചോദിച്ചിട്ടുണ്ട്. ബുഖാരി ഇമാമിന്റെ ഉസ്താദ് ഇബ്നു മുൻദിർ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി തങ്ങളുടെ മക്ബറയിൽ ചെന്ന് നേർക്കുനേരെ സഹായം ചോദിച്ചിട്ടുണ്ട്. ഇവരൊന്നും ഇത് ശിർക്കാൻ മനസ്സിലാക്കിയില്ല. ഇവർക്കൊന്നും തൗഹീദിന് കോട്ടം പറ്റില്ല. ഇവരൊക്കെ ദുആർനാ ഇജാബത്ത്, ചോദിച്ചാൽ ഉത്തരം. കിതാബ് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അഥവാ പേനയിലെ മഷി തീർന്നാൽ, വിളക്കിലെ എണ്ണ തീർന്നാൽ, മറ്റെന്തെങ്കിലും സംഭവിച്ചാൽ അള്ളാഹു കറാമത്ത് കൊണ്ട് പരിഹരിക്കുക. ആ രീതിയിൽ മഹാന്മാരാകുന്ന ആളുകൾ. പക്ഷേ ഇവരൊന്നും അചഞ്ചലമായി തൗഹീദിന്റെ ആളുകളായിട്ട് നിലനിന്നപ്പോ വഹാബികൾ ഇങ്ങോട്ട് വന്നിട്ട് ഓർമ്മയെ ഇതൊക്കെ ശിർക്കാണ്, ഇവരൊക്കെ മുശ്രിക്കീങ്ങളാണ്, ഈ ചെയ്യുന്നതൊക്കെ കുഫ്രിയത്തിന്റെ പടി, ഒരൊറ്റക്കാട്ടടക്കി പടിയൊക്കെ. അതാ വഹാബിസം വന്നതിന് കിട്ടിയ മെച്ചം. ഇവരെ തൗഹീദിന് വന്ന് നോക്കുമ്പോൾ എന്താ നിങ്ങൾ മുസ്ലിമീങ്ങളൊക്കെ മുശ്രിക്കീങ്ങൾ ഒക്കെ തലതിരിച്ച് എത്രത്തോളം നമ്മൾ സാധാരണ പറഞ്ഞ കേൾക്കുന്ന ഒരു ക്ലിപ്പാണ്. ആ ക്ലിപ്പ് പുതിയതായിട്ടല്ല, പുതിയ ചമ്പാട് ഇടുന്നുണ്ട്. പക്ഷെ ഈ പെരുന്നമാര് തേക്കുമ്പോഴേ എത്ര തേച്ചാൽ ചില സിമെന്റ് പിടിക്കൂല. അപ്പൊ എന്താ ചെയ്യല്, അതും പൊളിച്ചെടുത്തിട്ട് വെള്ളം കൂട്ടാത്ത പൊടികൾ ചേറാം, പിന്നെ തേച്ചാൽ എല്ലാം പൊടിക്കും. അങ്ങനെ ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി. അതുപോലെ ഗ്രിപ്പിന് വേണ്ടിയിട്ട് ഞാൻ പഴയത് ഒന്ന് രണ്ട് ഇടുക. ഈ സാക്ഷാൽ ബാലുശ്ശേരി വന്നിട്ട് ഇപ്പൊ കേട്ട് പറഞ്ഞു കേട്ടില്ലേ, മൊയ്തീൻ ഷൊഹേന്ന് വിളിച്ചവൻ അവൻ ഇസ്ലാമിന്റെ പുറത്ത് കാഫർ. അതേ സമയത്ത് ദൈവമേന്ന് വിളിച്ച ബാലേട്ടനോ ഓ മുസ്ലിം. അതായത് ബാലുശ്ശേരി, അതെല്ലാവരും കേട്ടതാണ്, ഞാൻ ഗ്രിപ്പിന് വേണ്ടിയിട്ട് പറയാന്ന് വിചാരിച്ചതാണ്. മൊയ്തീൻ ഷൊഹയെ രക്ഷിക്കടേ എന്ന് തേടിയവൻ അവനാണ് യഥാർത്ഥത്തിൽ കാഫർ. ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞവൻ അവനാണ് മുസ്ലിം. ബാലേട്ടനെ മുസ്ലിം ആക്കിയിട്ട് അബൂബക്കറെ കൊണ്ടുപോയിട്ട് കാഫറാക്കുക, പച്ചീല് കാഫറാക്കാന്ന് പറയുന്ന പരിപാടി തന്നെയാണ് മുജാഹിദ് പ്രസ്ഥാനം. ഇങ്ങളെ പിളർപ്പ് വരെ നന്നായി ചെയ്തു. അത് ഇവിടുത്തെ ചെറിയ കുട്ടികൾക്ക് അറിയാലോ. ചെറിയ കുട്ടികൾക്ക് അത് അറിഞ്ഞു നല്ല കുട്ടികളെ പ്രതികരിച്ചും ചെയ്തില്ല. അതും കൂടെ പറഞ്ഞു. എന്നിട്ട്